Hallelujah. 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 പോരാ, ശബ്ദമുയർത്തി Hallelujah. സ്വരമെത്തി Hallelujah. ഒന്നും കൂടെ ശബ്ദമുയർത്തി Hallelujah. Hallelujah. അതിശക്തമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ಶಕ್ತವಾದ ದೇವ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഇതിനകത്ത് ഹെവി പ്രസൻസ് ഇറങ്ങി നിൽക്കുക. ಇಲ್ಲಿ ದೊಡ್ಡ ಪ್ರಸನ್ನತೆ ಇಳಿದು ಬಂದಿದೆ. ഞാൻ ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു. ನಾನು ಆ ಸಾನ್ನಿಧ್ಯವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ഇതിനകത്ത് കാഴ്ചക്കാരായിട്ടിരിക്കരുത്. ಇಲ್ಲಿ ಯಾರು ನೋಡುಗರಾಗಿರೋದು ಬೇಡ. നിങ്ങൾ നോക്കിയിരുന്ന നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. ನೋಡಲಿಕ್ಕೆ ನೀವು ಕೂತಿರೆ ನಿಮಗೆ ನಷ್ಟ. ഇതിനകത്ത് അതുപോലെ വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. ಇದರೊಳಗೆ ಅಷ್ಟು ಆಳವಾದ ದೇವ ಸಾನ್ನಿಧ್ಯವಿದೆ. റംഷാല ഹൻഡൽ മനാഹ Jesus. റീതേ ഹതലേ റബർതനെ ധരമനഗദന പ്രബലവന്തനാദര ശബര പ്രഭാതന. എത്ര വിശ്വസിക്കുന്നു ഇന്നൊക്കെ എൻ്റെ കർത്താവ് മഹാ അത്ഭുതങ്ങൾ ഇതിനൊക്കെ ചെയ്യാൻ ನಂಬುತ್ತೀರ ನನ್ನ ಕರ್ತನು ಮಹಾ ಅದ್ಭುತಗಳನ್ನು ಮಾಡುತ್ತಾನೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ನಂದಾವರ್ತಿ ಸ್ವರವೆತ್ತಿ ಹಲ್ಲೆಲೂಯ. വണ്ടർഫുൾ ഡാഡി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ಕರ್ತನ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. കർത്താവിന്റെ ദാസൻ സുനിൽ പാസ്റ്ററും കുടുംബത്തിനും ಕರ್ತನ ಘನ ಸೇವಕರಾಗಿ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಕುಟುಂಬ, എന്നോട് കൂടെ നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ സന്തോഷ് പാസ്റ്റർ, ನನ್ನ ಜೊತೆಯಲ್ಲಿರುವಂತ ಪಾಸ್ಟರ್ ಸಂತೋಷ್ ಅವರು, ഇതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന മറ്റു കർത്തദാസന്മാർക്കെല്ലാം ക്രിസ്തുവേശുവിലെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ವೇದಿಕೆಯಲ್ಲಿರುವಂತ ಎಲ್ಲ ಘನ ಸೇವಕರಿಗೂ ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ನನ್ನ ಕರ್ತನು ಅದ್ಭುತಗಳನ್ನು ಮಾಡುವ ದೇವರಾಗಿದ್ದಾನೆ. നിനക്കൊരു അഡ്രസ് ഇല്ലെങ്കിൽ, ನಿನಗೊಂದು ವಿಳಾಸವಿಲ್ಲದಿದ್ದರೆ ദൈവം നിന്നെ അഡ്രസ് ഉള്ളവനാക്കി എഴുന്നേൽപ്പിക്കും. ನಿನಗೆ ವಿಳಾಸವನ್ನು ಕೊಟ್ಟು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. താങ്ക് യു ഡാഡി. ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್. കർത്താവിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക. ಕರ್ತನು ದೊಡ್ಡ ಕಾರ್ಯವನ್ನು ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. ഞാൻ ഇന്നലെ ഞാൻ കർത്താവിന്റെ വചനം പറഞ്ഞിട്ട് പോയതിനു ശേഷം ನಾನು ದೇವರ ವಾಕ್ಯವನ್ನು ಬೋಧಿಸಿದ ನಂತರ നിങ്ങളെ ഞാൻ കണ്ടു. ನಿಮ್ಮನ್ನು ನನ್ನ ಮುಂದೆ ನಾನು ಕಂಡೆ. ഞാൻ ഇപ്പോ ഈ വിളിച്ചതിന് ഒരു കാര്യമുണ്ട്. ಇಲ್ಲಿ ಕರೆದದಕ್ಕೆ ಒಂದು ಕಾರಣವಿದೆ. ഇന്നലെ തലമുറകൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു. ನಿನ್ನ ತಲೆಮಾರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆ. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ನೀವು ನಿಮ್ಮ ತಲೆಮಾರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸ್ತೀರಾ? ഇന്നലെ ഇവിടെ എടുക്കപ്പെട്ട ഒരു ദൂതുണ്ട്. ദൈവം പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്. ನಿನ್ನೆ ಎತ್ತಿದಂತ ಒಂದು ಸಂದೇಶವಿತ್ತು, ಆಲೋಚನೆ ಇತ್ತು. ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഗണത്തിൽ, ವಾದ್ಯೋಪಕರಣಗಳನ್ನು ಬಳಸುವಂತ ಈ ಒಂದು ಗುಂಪಿನಲ್ಲಿ നിങ്ങളുടെ തലമുറ ഉണ്ടായിരിക്കും. ನಿಮ್ಮ ತಲೆಮಾರು ಇರುತ್ತದೆ. ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഗണത്തിൽ നിങ്ങളുടെ തലമുറ ഉണ്ടായിരിക്കും. ವಾದ್ಯೋಪಕರಣ ಬಾರಿಸುವಂತ ಗಣದಲ್ಲಿ ನಿಮ್ಮ ಮಗನು ಇರುತ್ತಾನೆ. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ನಾನು ನಿಮ್ಮನ್ನು ನೋಡಿ ಪ್ರವಾದಿಸ್ತಾ ಇದ್ದೇನೆ. ഇതിനകത്ത് ആ തലമുറ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ಇದರೊಳಗೆ ಆ ತಲೆಮಾರು ಇದೆಯೋ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷേ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന കാഴ്ച, ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ತೋರಿಸುವಂತಹ ದೃಶ್ಯ, ഈ മ്യൂസിക് കോമ്പറ്റീഷനുകൾ നടക്കുന്നിടത്ത്, ಆ ಮ್ಯೂಸಿಕ್ ಸ್ಪರ್ಧೆ ನಡೆಯುವಂತಹ ಸ್ಥಳದಲ್ಲಿ ആ പൈതൽ നിൽക്കുന്ന ഞാൻ കാണുന്നു. ಆ മകನು ನಿಲ್ಲುವುದನ್ನ ನೋಡ್ತಾ ಇದ್ದೇನೆ. അവൻ അങ്ങനെ ഉപയോഗിക്കുന്നതും അങ്ങനത്തെ കാഴ്ചകളും എന്റെ മുമ്പിൽ ಉಪಯೋಗಿಸಲ್ಪಡುವುದನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. ഈ കൂട്ടത്തുണ്ടെങ്കിൽ കൊച്ചിനെ വിളിക്കേ. ಈ ಜೊತೆಯಲ್ಲಿದ್ದರೆ ಮಗು, ഒരു ആൺകുഞ്ഞാന്ന് എനിക്കറിയാം. ಒಂದು ಗಂಡು ಮಗು ಅಂತ ഈ കോമ്പറ്റീഷനുകൾ നടക്കുന്നിടത്ത്, ಸ್ಪರ್ಧೆಗಳು ನಡೆಯುವಂತ ಸ್ಥಳದಲ್ಲಿ അതിനകത്ത് അവൻ തിളങ്ങുന്നതിനെ ദൈവം കാണിക്കുക. ಅದರೊಳಗೆ ಮಿಂಚುತ್ತಿರುವುದನ್ನು ದೇವರ ಆತ್ಮನು ತೋರಿಸುತ್ತಾನೆ. നിനക്ക് അഡ്രസ് ഇല്ലാത്തടത്ത്, ನಿನಗೆ ವಿಳಾಸವಿಲ್ಲದಿದ್ದಲ್ಲಿ ನಿನಗೆ ವಿಳಾಸವನ್ನು ಉಂಟು ಮಾಡುವಾತನಾಗಿದ್ದಾನೆ. ഇതിനകത്ത് ആരും ഉദാസീനതയോടെ ഇരിക്കരുത്. ಇಲ್ಲಿ ಯಾರು ಆಲಸ್ಯದಿಂದ ಕೂರ್ತಿರಬೇಡಿ. കാഴ്ചക്കാരായിട്ട് ആരും ഇരിക്കരുത്. ನೋಡುಗರಾಗಿ ಕೂತ್ಕೊಳ್ಳಬೇಡಿ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മഹാകാര്യങ്ങൾ ചെയ്യുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಮಹಾಕಾರ್ಯವನ್ನು നീ ഇവിടെ ഇരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്തും ദൈവശക്തി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ನೀನು ಇಲ್ಲಿ ಕುಳಿತಿರುವಾಗಲೂ ಕಿಲೋಮೀಟರ್ ಅಂತರದಲ್ಲಿ ಇರುವಂತಹ ವಿಷಯದಲ್ಲಿ ದೇವರಾತ್ಮನು ಚಲಿಸ್ತಾ ಇದ್ದಾನೆ. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കിലോമീറ്ററുകൾക്കപ്പുറം വരെ ചില ദൈവശക്തി ചലിക്കുന്നതിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. ನನಗೆ ಗೊತ್ತಿಲ್ಲ, ನಾನು ಇಲ್ಲಿ ಇರುವಾಗಲೇ ಕಿಲೋಮೀಟರ್ ದೂರದಲ್ಲಿ ದೇವರಾತ್ಮನು ಚಲಿಸುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. നിന്റെ വിഷയം ഇരിക്കുന്നത് കിലോമീറ്ററുകൾ കടലുകൾ താണ്ടിയാണെങ്കിൽ അവിടെയും ഈ ദൈവശക്തി ചലിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ വിഷയം കിലോമീറ്റർ ദൂരവോ ಅಥವಾ ಸಮುದ್ರದ ಆಚೆ ಇದ್ದರೂ ആ വിഷയം ചലിಸುವಂತದಾಗಿದೆ. നീ ഇന്ന് ഇവിടെ സ്തുതിക്കുന്ന, ഇവിടെ ആരാധിക്കുന്ന ദൈവശക്തി അത് തന്നെ. ദാണ്ട ആ മോൻ ഇങ്ങ് വന്നേ. ഹല്ലേലൂയ. ചുടരമനദര പ്ലവദിയാദന ശബര പ്രവാദനന്ദരാദന.
ഇവനിപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ಇವನೀಗ ಮಾಡ್ತಾನೆ ಎಂಬುದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ല, ಒಂದು ಇನ್ಸ್ಟ್ರೂಮೆಂಟ್ಸ್ ಅಲ್ಲ, ഡ്രം സെറ്റ് മാത്രമല്ല, ಡ್ರಮ್ ಸೆಟ್ ಮಾತ್ರವಲ್ಲ, ഈ കീബോർഡ് മാത്രമല്ല, ಈ ಕೀಬೋರ್ಡ್ ಮಾತ್ರವಲ್ಲ, തബല മാത്രമല്ല, ತಬಲ ಮಾತ್ರವಲ್ಲ, ഇൻസ്ട്രുമെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്ന അസാധാരണമായ ജ്ഞാനം ദൈവം ഇവന്റെ മേൽ ವಾದ್ಯೋಪಕರಣಗಳನ್ನು ಬಳಸುವಂತ ಸಾಧಾರಣವಾದ ಜ್ಞಾನವನ್ನು ಇವನ ಮೇಲೆ ಹಸ್ತಾಂತರಿಸಲ್ಪಟ್ಟಿದೆ. കരങ്ങൾ കൂട്ടി അടിക്കാൻ പറ്റുമെങ്കിൽ അസൂയ ഇല്ലാതെ ತಟ್ಟಿ ಹೊಟ್ಟೆಗೆ ಚಿಲ್ಲದೆ ದೇವರಿಗೆ ಮಹಿಮೆ. അസൂയ ഇല്ലാത്തവർ കരങ്ങളെ കൂട്ടി അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കരങ്ങളെ തട്ടി കർത്തരുടെ മഹിമപ്പെടുത്തി. നിങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവശക്തി ചലിച്ചുകൊണ്ടേയിരിക്കും. ನೀವು ಈ ಮಗುವಿಗಾಗಿ ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುವಾಗ ನಿಮ್ಮ ತಲೆಮಾರಿನ ಮೇಲೆಯೂ ದೇವರ ಶಕ್ತಿ ಇಳಿಯುವಂತದಾಗಿದೆ. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചിരിക്കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ಆಶೀರ್ವಾದ ಹೊಂದುವುದಕ್ಕೆ ಕರೆಯಲ್ಪಟ್ಟವರಿಂದ ನೀವು ಆಶೀರ್ವದಿಸುವವರಾಗಿರಿ. ഇപ്പൊ ഈ പൈതൽ പഠിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ മകു ഏനാದರೂ ಕಲಿತಾ ಇದೆಯಾ? ചെയ്യുന്നുണ്ട്. എന്തുവാ പഠിക്കുന്നത്? ಏನ್ ಕಲಿತಾ ಇದ್ದಾರೆ? തബല, ഡ്രം സെറ്റ്. ഒന്നോ രണ്ടോ ഈ സ്പെഷ്യലൈസ് പഠിക്കുന്നതല്ല ഞാൻ ഈ പറഞ്ഞത്. ಒಂದು ಎರಡು ಪ್ರಮುಖವಾದ ವಿಷಯವನ್ನು ಕಲಿಯುವುದಲ್ಲ ನಾನು ಹೇಳುದು. ഈ തബലയും ഡ്രം സെറ്റ് ഒക്കെ ഉണ്ട്. ഈ തബല ഡ്രം സെറ്റ് ಇದೆ, കീബോർഡിൽ നിൽക്കത്തില്ല, കീബോർഡിൽ നിൽക്കുന്നില്ല. ഇവൻ ഒരുപാട് ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ ആത്മാവ് ಅನೇಕ ಉಪಕರಣಗಳನ್ನು ಬಳಸುವುದನ್ನು ದೇವರಾತ್ಮ ನನಗೆ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ബൈബിളിനകത്ത് ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ಮಗನ ಹತ್ರ ದೊಡ್ಡ ಒಂದು ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯ ಆಗ್ತಾ ಇದೆ. അവന്റെ പേര് ബെസലേൽ എന്നാണ്. ಅವನ ಹೆಸರು ಬೆಸಲೇಲ್ ಎಂಬುದಾಗಿ. അവന് ഈ സങ്കല്പിച്ചുണ്ടാക്കുവാൻ ദൈവം വിശേഷമായ ജ്ഞാനം കൊടുത്തെന്ന ಆ ತಂತಿ ವಾದ್ಯಗಳನ್ನು ನುಡಿಸುವುದಕ್ಕೆ ವಿಶೇಷವಾದ ಜ್ಞಾನವನ್ನು ಬೆಸಲೇಲನಿಗೆ ಕೊಟ್ಟನೆಂಬುದಾಗಿ. അതേപോലെ വിശേഷമായ ജ്ഞാനം, നൈപുണ്യം ഈ മ്യൂസിക്കുമായി അങ്ങനത്തെ ഏരിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ಹಾಗೆ ವಿಶೇಷವಾದ ಜ್ಞಾನವನ್ನು ನೈಪುಣ್ಯತೆಯನ್ನು ಈ ಮಗುವಿನ ಹಸ್ತಗಳಿಗೆ ದೇವರು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದ್ದಾನೆ. ഈ കർണാടകയിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന അനേകർ കാണും. ಈ ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ವಾದ್ಯೋಪಕರಣ ನುಡಿಸುವ ಅನೇಕರಿರಬಹುದು. എന്നാൽ ഇത് കൈതൊടുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ചലിക്കുന്നവർ വിരളിലെണ്ണാവുന്ന ചിലരേ ഉള്ളൂ. ಆದರೆ ಇದು ಕೈ ಮುಟ್ಟುವಾಗ ಆತ್ಮನ ಅಭಿಷೇಕ ಚಲಿಸುವಂತವರು ಕೆಲವರು ಬೆರಳೆಣಿಕೆಯಷ್ಟು ಮಾತ್ರ. ഇത് പറയുമ്പോഴും അവൻ ആമേൻ, ಆಮೇಲೆ ಇದು ಹೇಳುವಾಗಲೂ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഇത് പറയുമ്പോഴും അവൻ ആമേൻ ആമേൻ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ಹೇಳುವಾಗಲೂ ಆಮೇನ್ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. തൊടുമ്പോൾ ആത്മാവിന്റെ ചലനങ്ങൾ സംഭവിച്ചു തുടങ്ങും. ಮುಟ್ಟುವಾಗ ಆತ್ಮನ ಚಲನೆಗಳು ಸಂಭವಿಸುತ್ತದೆ. ആത്മാവിന്റെ ചലനങ്ങൾ സംഭവിച്ചു തുടങ്ങും. ಆತ್ಮನ ಚಲನೆಗಳು ಉಂಟಾಗುತ್ತದೆ. നീ തൊട്ടു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരം ജനങ്ങളുടെ മേൽ ആഴത്തിൽ ഇറങ്ങി തുടങ്ങും. മുട്ടുವಾಗ ಜನರ ಮೇಲೆ ಆಳವಾಗಿ ಪವಿತ್ರಾತ್ಮನ ಚಲಿಸಿಕೆ ಉಂಟಾಗ್ತದೆ. ദാവീദിന്റെ കയ്യിലിരിക്കുന്ന കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേലിരിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകുന്നത് പോലെ ദാവീദന കിന്നരം ನುಡಿಸುವಾಗ ಸೌಲನ ದುರಾತ್ಮವು ಬಿಟ್ಟು ಹೋಗುವಾಗೆ ഇവൻ തൊടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വ്യാപരിച്ചിട്ട് ദുരാത്മാക്കൾ അലറി ഓടിക്കൊണ്ടേയിരിക്കും. ಇವನು ಮುಟ್ಟುವಾಗ ದೇವರ ಪವಿತ್ರಾತ್ಮನು ಕಾರ್ಯ ಮಾಡಿ ದುರಾತ್ಮಗಳು ಇವನನ್ನು ಜನರನ್ನು ಬಿಟ್ಟು ಹೋಗುವುದನ್ನು ಕಾಣುತ್ತಾನೆ. പിതാവേ, ತಂದೆಯೇ, ഈ തലമുറയെ ಈ ತಲೆಮಾರನ್ನು യേശുവിന്റെ നാമം ചൊല്ലി, ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿ, യേശുവിന്റെ നാമം ചൊല്ലി, ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿ, യേശുവിന്റെ നാമം ചൊല്ലി, ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿ അനുഗ്രഹിക്കുന്നു പിതാവേ, ആശീർവദിಸ್ತೇನೆ ತಂದೆ, അനുഗ്രഹിക്കുന്നു പിതാവേ, ആശീർവദിಸ್ತೇನೆ ತಂದೆ. അഭിഷേകത്തിൽ കത്തിക്കയറട്ടെ, ಅಭಿಷೇಕದಲ್ಲಿ ಜ್ವಲಿಸಲಿ, ആത്മീയ കൃപാവരങ്ങളിൽ കത്തിക്കയറട്ടെ, ಆತ್ಮಿಕ ಕೃಪಾವರಗಳಲ್ಲಿ ಪ್ರಜ್ವಲಿಸಲಿ, പ്രവാചകന്മാരുടെ ഗണത്തിൽ ഇവൻ കയറട്ടെ, ಪ್ರವಾದಿಯ ಮಂಡಲಿಗೆ ಸೇರಲ್ಪಡಲಿ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ അങ്ങനത്തെ ബിരുദങ്ങൾ ഇവൻ നേടട്ടെ, ವಾದ್ಯೋಪಕರಣಗಳಲ್ಲಿ പദവിಯನ್ನು ಹೊಂದಲಿ, അതിലെല്ലാം ഉപരി ഇവൻ കൈവെക്കുമ്പോൾ ദൈവാത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കട്ടെ, ಅವುಗಳ ಮೇಲೆ ಕೈ ಇಡುವಾಗ ದೇವರಾತ್ಮನ ಚಲಿಸುವಿಕೆ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു പിതാവേ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸ್ತೇನೆ ತಂದೆ, യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു പിതാവേ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೇಳಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. Bless in Jesus name. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന ശക്തിയോടെ, ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ എന്ന് സ്വരമെത്തി ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവുള്ളൂ. ഈ വെറുതെ ഒരാൾ പൊക്കി എന്ന് പറഞ്ഞ് കൈ പൊക്കരുത്. ನಾನೊಂದು ಕಾರ್ಯ ಹೇಳಿದರೆ ಸತ್ಯವನ್ನು ಮಾತ್ರ ಹೇಳಬೇಕು. ಒಬ್ಬರು ಎತ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ಎಲ್ಲರೂ ಎತ್ತಬಾರದು. അവിടെ നിന്നോ പോലെ ಅಲ್ಲಿ ನಿಂತರೆ ಸಾಕು, ಹೋಗ್ಬಾರ್ದು. ആത്മാവിന്റെ തൊടല് നിന്നെ സംഭവിക്കും. ആത്മാവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ಆತ್ಮನ ಸ್ಪರ್ಶ ಉಂಟಾಗ್ತಾ ಇದೆ. ದೇವರ ಆತ್ಮನ ಸ್ಪರ್ಶಿಸ್ತಾನೆ. ഈ മറിയ ബന്ധപ്പെട്ട് മലനാട്ടിൽ ചെന്നപ്പോ
മറിയಳು ಬಹಳ ಕಷ್ಟಪಟ್ಟು ಮಲೆನಾಡಿಗೆ ಹೋದಾಗ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന പിള്ള തുള്ളിയെന്ന ಎಲಿಜಬೆತ್ನ ಹೊಟ್ಟೆಯಲ್ಲಿದ್ದಂತ ಮಗು ಹಾರಾಡಿತು ಎಂಬುದಾಗಿ, അതുപോലെ നിന്റെ മേൽ ആത്മാവിന്റെ ചലനങ്ങൾ ഉണ്ടാകും. ಹಾಗೆ ನಿನ್ನಲ್ಲಿ ಆತ್ಮನ ಚಲನೆ ಉಂಟಾಗುತ್ತದೆ. തീ കത്തുന്നെടുത്ത് ചൂട് പിടിക്കുന്നത് പോലെ ಬೆಂಕಿಯಲ್ಲಿ ಶಾಖ ಉಂಟಾಗುವ ಹಾಗೆ നിന്റെ മേൽ ചൂടടിച്ചുകൊണ്ടിരിക്കുക. ನಿನ್ನಲ್ಲಿ ಆ ಬೆಂಕಿಯ ಶಾಖ ಉಂಟಾಗ್ತಾ ಇದೆ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ചോദിക്കൂ, കുഞ്ഞ് പറഞ്ഞു തരും. ನಿಮಗೆ ಯಾರಿಗಾದ್ರೂ ಸಂಶಯ ಇದ್ದರೆ ಆ ಮಗು ಹತ್ರ ಕೇಳಿ, ಮಗು ಹೇಳಿಕೊಡ್ತಾನೆ. കൈ പൊക്ക്, എല്ലാവരും പൊക്കിയെന്ന് പറഞ്ഞു പൊക്കരുത്. അങ്ങനെ അനുഭവിക്കുന്നവർ മാത്രം പൊക്കുക. ಎಲ್ಲರೂ ಎತ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನೀವು ಎತ್ತಬೇಡಿ, ಅನುಭವಿಸುವವರು ಮಾತ್ರ ಕೈಗಳನ್ನು ಎತ್ತಬೇಕು. എന്റെ ഉള്ളിൽ, ನನ್ನ ಒಳಗೆ ദൈവാത്മാവിന്റെ ജീവൻ വ്യാപരിക്കുന്നത്, ഒരു സന്തോഷം എന്റെ ഉള്ളിൽ തിരതള്ളുന്നത് ഞാൻ അറിയുന്നുണ്ട്. ದೇವರಾತ್ಮನ ಜೀವ ನನ್ನಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಾ ಇದೆ. ಒಂದು ಸಂತೋಷದ ಆ ಒಂದು ಉಕ್ಕುವಿಕೆ ನಾನು ಅನುಭವಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವವರು, അങ്ങനെയുള്ളവർ മാത്രം ಹಾಗೆ ಹೇಳುವವರು, ಹಾಗೆ ಅನುಭವಿಸುವವರು ಮಾತ್ರ, അല്ലാത്ത ഒരാൾ പോലും കൈവക്കരുത്. ಅಲ್ಲದವರು ಯಾರು ಕೂಡ ಕೈ ಎತ್ತಬಾರದು. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജാവിന്റെ സന്നിധിയിൽ, ನೀವು ನಿಲ್ಲುವುದು ರಾಜಾದಿರಾಜನ ಸನ್ನಿಧಾನ, ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ, ಇದ್ದ ಹಾಗೆ ತಿಳಿಯುವಂತ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ. ഇതാ നിന്നെ അടുത്ത ലെവലിലേക്ക് ഉയർത്തേണ്ടതിന്, ಇನ್ನೊಂದು ಹಂತಕ್ಕೆ ನಡೆಸುವುದಕ್ಕಾಗಿ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രക്രിയ നിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ಇಲ್ಲಿಂದ ನಾನು ಆಚೆ ಆರಂಭಿಸ್ತಾ ಇದ್ದೇನೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന എനിക്ക് അറിയത്തില്ല. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಗೆ ನಡೆಸ್ತಾನೆ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ. കർത്താവിൽ ആശ്രയിക്കുന്നു, ನಾನು ಕರ್ತನಲ್ಲಿ ಆಶ್ರಯಿಸ್ತಾ ಇದ್ದೇನೆ. പരിശുദ്ധാത്മാവിൽ അതുപോലെ ആശ്രയിച്ചു, ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ತುಂಬಾ ಆತುಕೊಂಡಿದ್ದೇನೆ. കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ, ಕರ್ತನು ಮಹತ್ತಾದ ಕಾರ್ಯವನ್ನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಾಡುತ್ತಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പുറകിൽ നിൽക്കുന്ന ദൈവദാസന്മാരുണ്ട്, ಈ ಹಿಂದೆ ನಿಂತಿರುವಂತ ಸೇವಕರಿದ್ದಾರೆ. ഈ ദൈവദാസരോട് ചേർന്ന്, ಈ ಸೇವಕರ ಜೊತೆಯಲ್ಲಿ ನಿಂತು ഈ ഇതിന് പുറകിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, ಇದರ ಹಿಂದೆ ನಿಲ್ಲುವಂತ ಸೇವಕರುಗಳು, നിങ്ങളെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ನಿಮ್ಮನ್ನೆಲ್ಲ ಕರ್ತನ ಆತ್ಮನು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. അസാധാരണ ശുശ്രൂഷയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊക്കാൻ പോകുന്നു. ಅಸಾಧಾರಣ ಸೇವೆಯೊಂದಿಗೆ ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮನ್ನು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. ഇവിടെ ഒരു പച്ച ടീഷർട്ട് കൊണ്ട് ഒരു ബ്രദർ നിന്നു. ಇಲ್ಲಿ ಹಸಿರು ಟಿ ಶರ್ಟ್ ಹಾಕಿದಂತ ಒಬ್ಬ ಬ್ರದರ್ വരുമ്പം പറഞ്ഞാ മതി, ಬಂದರೆ ಹೇಳಿದರೆ ಸಾಕು. ಬರುವಾಗ അടുത്ത 12 മാസങ്ങൾക്കകം, ಮುಂದಿನ 12 ತಿಂಗಳೊಳಗೆ ഒരു വലിയ തിരിവ് അദ്ദേഹത്തിന്റെ മേൽ സംഭവിക്കും. ದೊಡ್ಡ ಒಂದು ತಿರುವಿಕೆ ಅವರಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. പുറകിൽ നിൽക്കുന്നവനായിട്ടല്ല, ಹಿಂದೆ ನಿಂತುಕೊಳ್ಳುವವನಾಗಿ ಅಲ್ಲ. ഇപ്പോൾ ഒരു വർഷിപ്പ് ലീഡറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു പ്രബോധനമായിട്ടോ അങ്ങനെ വരുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ಈಗ ಒಂದು ಆರಾಧನಾ ತಂಡ ನಾಯಕನಾಗಿಯೋ ಅಥವಾ ಉತ್ತೇಜನ ಕೊಡುವವನಾಗಿ ಇರುವಂತ ವಿಷಯವಲ್ಲ ನಾನು ಹೇಳುವಂತದ್ದು. അത് ഇപ്പോഴും ചെയ്യുമായിരിക്കും, ಅದು ಈಗ ಕೂಡ ಮಾಡ್ತಾ ಇರಬಹುದು. എന്നാൽ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാൻ പോകും. ಆದರೆ ಆತ್ಮನ ಶಕ್ತಿಯೊಂದಿಗೆ ಎತ್ತಿ ನಿಲ್ಲಿಸುವಂತ ಕಾರ್ಯವನ್ನು ದೇವರಾತ್ಮನ ಮುಂದೆ ತರುತ್ತಾ ಇದ್ದಾನೆ. ആ സമയത്ത് ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളല്ല താൻ കാണാൻ പോകുന്നത്. ಆ ಸಮಯದಲ್ಲಿ ಈ ಕಣ್ಣುಗಳಿಂದ ಕಾಣುವಂತ ದೃಶ್ಯಗಳೆಲ್ಲ ಕಾಣುವಂತದ್ದು. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു ആ ബ്രദറിനെ നോക്കി. ನಾನು ದೇವರ ಪವಿತ್ರಾತ್ಮನ ಮೂಲಕವಾಗಿ ಪ್ರವಾದಿಸ್ತಾ ಇದ್ದೇನೆ ಆ ಸಹೋದರನ ನೋಡಿ. അടുത്ത ലീഡർഷിപ്പിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരം പിടിച്ചു കയറ്റുന്നു. ಮುಂದಿನ ನಾಯಕತ್ವ ಸೇವೆಗೋಸ್ಕರ ತನ್ನನ್ನು ಕರ ಹಿಡಿದು ದೇವರು ಮೇಲಕ್ಕೆತ್ತುವಾತನಾಗಿದ್ದಾನೆ. ഇതുപോലെയുള്ള കോൺഫറൻസുകളിൽ മെയിൻ പ്രാസംഗികനായിട്ട് നിൽക്കേണ്ടതിന്, ಇಂಥ ದೊಡ್ಡ ಸಮ್ಮೇಳನಗಳಲ್ಲಿ ದೊಡ್ಡ ಪ್ರಸಂಗ ಮಾಡುವವನಾಗಿ ನಿಲ್ಲುವುದಕ್ಕೋಸ್ಕರ പുറത്തുനിന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളെ കുറച്ചേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ಹೊರಗಿನಿಂದ ಕರೆಯುವಂತವರ ಗುಂಪಿನಲ್ಲಿ ಒಬ್ಬರನ್ನು ಕಡಿಮೆ ಕರೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ. കാരണം നമ്മുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ള ശക്തന്മാരായ പ്രവാചകന്മാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ಕಾರಣ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸೇವೆಗೆ ಸಾಮರ್ಥ್ಯ ಇರುವಂತ ಪ್ರವಾದಿಗಳನ್ನು ಆತನು ಎಬ್ಬಿಸುತ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ തിരുവചനത്തിൽ ഒരു വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಒಂದು ವಾಕ್ಯವದೆ, ഒരു ചെറിയ തീ ಒಂದು ಚಿಕ್ಕ ಬೆಂಕಿಯು വലിയ കാട് കത്തിക്കും. ದೊಡ್ಡ ಕಾಡನ್ನು ಉರಿಸುವಾಗೆ, ഒരു ചെറിയ തീ ಒಂದು ಚಿಕ್ಕ ಬೆಂಕಿಯು വലിയ കാട് കത്തിക്കും. ದೊಡ್ಡ ಕಾಡನ್ನು ಸುಟ್ಟು ಬಿಡುವಾಗೆ ഇവിടുന്ന് ഒരു തീ കത്തിപ്പിടിക്കാൻ പോകുന്നു. ಇಲ್ಲಿಂದ ಒಂದು ಬೆಂಕಿಯು ಆವರಿಸ್ತಾ ಇದೆ. അനേകരെ ഈ തീക്കകത്ത് ആനന്ദിപ്പിക്കുന്ന തീ കത്തിപ്പിടിക്കാൻ പോകുന്നു.
പോകുന്നു. ಅನೇಕರನ್ನು ಈ ಬೆಂಕಿಯಲ್ಲಿ ಆನಂದ ಪಡಿಸುವ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. ಈ ಬೆಂಕಿಗೆ ಒಂದು ವಿಶೇಷತೆ ಇದೆ. ലോകത്തിന്റെ തീ ആരുടെയെങ്കിലും മേലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ಲೋಕದ ಬೆಂಕಿ ಯಾರನ್ನಾದರೂ ಹತ್ತಿಕೊಂಡರೆ അവൻ നിലവിളിക്കും, കത്തിക്കരിഞ്ഞ് ചാരമായി താഴെ വീഴും. ಕಿರುಚಾಡುತ್ತಾರೆ, ಅವರು ಬೂದಿಯಾಗಿ ಕೆಳಗೆ ಉರುಳಿ ಬೀಳುತ್ತಾರೆ. എന്നാൽ ഈ ആത്മീയ തീ അവന്റെ മേലെങ്കിലും ഒന്ന് പിടിച്ചു ಆದರೆ കഴിഞ്ഞാൽ ಈ ಆತ್ಮಿಕ ಬೆಂಕಿ ಯಾರನ್ನಾದರೂ ಹತ್ತಿದರೆ അവൻ കരിഞ്ഞു പോകത്തില്ല, ಅವನು ಸುಟ್ಟು ಹೋಗುವುದಿಲ್ಲ, അവൻ നശിച്ചു പോകത്തില്ല, ಅವನ ಬೂದಿಯಾಗುವುದಿಲ್ಲ, അവൻ വീണു പോകത്തില്ല. ಅವನ ಬಿದ್ದು ಹೋಗುವುದಿಲ್ಲ. ഈ തീ അവനെ ആനന്ദത്തോടെ നിർത്തും. ಓ, ಈ ಬೆಂಕಿಯು ಅವನನ್ನು ಆನಂದದಿಂದ ನಿಲ್ಲಿಸುವಂತದಾಗಿದೆ. ഈ തീ ഇവനെ മഹത്വത്തിലേക്ക് വഴി നടത്തും. ಈ ಬೆಂಕಿ ಮಹಿಮೆಗೆ ಚಲಿಸುವಂತೆ ಮಾಡುವಂತದಾಗಿದೆ. ഈ തീ പിശാചുകൾക്ക് പേടി. ಈ ಮಹಿಮೆ ದೆವ್ವಗಳಿಗೆ ಭಯ ಹುಟ್ಟಿಸುತ್ತದೆ. ഈ തീയുള്ളവൻ എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ಈ ಬೆಂಕಿ ಇಲ್ಲದವರು ಎಲ್ಲಾದರೂ ಹೋದರೆ അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ಅಲ್ಲೆಲ್ಲ ಅದ್ಭುತಗಳು ಸಂಭವಿಸ್ತಾ ಇರುತ್ತದೆ. ബെഥേൽ ചർച്ച റെഡിയായിക്കോ. ഒരു തീയുടെ കൂട്ടത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ಬೆಥೇಲ್ ಸಭೆ ಸಿದ್ಧವಾಗು, ಒಂದು ಬೆಂಕಿಯ ಗುಂಪನ್ನು ದೇವರಾತ್ಮನು ಎಬ್ಬಿಸುವಂತನಾಗಿದ್ದಾನೆ. കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ കരമടിച്ച ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ಕರಗಳಲ್ಲಿ ತಟ್ಟಿ ದೇವರನ್ನು ಮಹಿಮೆಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾದರೆ ಆಮೆನ್ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು, നീ നിന്റെ കഴിവിൽ നോക്കല്ല, നീ നിന്റെ ആരോഗ്യത്തിൽ നോക്കല്ല, നീ നിന്റെ പഠിപ്പിൽ നോക്കരുത്. ನೀ ನಿನ್ನ ಸಾಮರ್ಥ್ಯದಲ್ಲಿ ನೋಡಬೇಡ, ನಿನ್ನ ಆರೋಗ್ಯವನ್ನು ನೋಡಬೇಡ, ನಿನ್ನ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೋಡಬೇಡ. ഇതിനകത്തൊരു തീ കത്തുന്നുണ്ട്, അത് നിന്നെ വലിച്ചു കൊണ്ടുപോകും. ಇದರೊಳಗಿಂದ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ, ಅದು ನಿನ್ನನ್ನು ಎಳೆದುಕೊಂಡು ಹೋಗುವಂತದಾಗಿದೆ. ഇന്ന് പകൽക്കാലം ആ തീക്കകത്ത് എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ಈ ಹಗಲು ಆ ಬೆಂಕಿಯಲ್ಲಿ കാത്തി പിടിക്കട്ടെ, കാത്തി പിടിക്കട്ടെ, ಬೆಂಕಿ ಉರಿಯಲಿ, ಬೆಂಕಿ കാത്തി ಉರಿಯಲಿ, പിടിക്കട്ടെ. ಬೆಂಕಿ ಉರಿಯಲಿ. വിട്ടോ വിട്ടോ വിട്ടോ, പിടിക്കട്ടെ, 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 വിട്ടേക്ക, വിട്ടേക്ക, പിടിക്കല്ല, പിടിക്കല്ല, വിട്ടേക്ക, ಅವರನ್ನು ಹಿಡ್ಕೊಳ್ಬೇಡ್ರಿ, ಬಿಡ್ರಿ. കാത്തട്ടെ, പിടിക്കല്ല. നിങ്ങൾ ആരാധിക്ക, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ನೀವು ಆರಾಧಿಸಿ, പിടിക്കരുത്, പിടിക്കരുത്. തീ തീ കാത്തട്ടെ, കാത്തട്ടെ, കാത്തട്ടെ. ലംശക്കാറ്റ ലാരവ ഹൻഡൽ മര. തീ പിടിക്കട്ടെ, തീ പിടിക്കുന്ന കൂട്ടം, 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 തീ പിടിക്കുന്ന കൂട്ടം. കള്ള പിശാചേ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗು. ರಾಭಾ ಕೆ ಲೆಬೆ ಕೆ ಶೇಖೆ ಲಿಯಾಮ್ ಶೂರಾಭಾ ದೇವಾಲ ದೇವರ ಶೇಖರ ಲಮನ ಹಂದರಗರ ಪ್ರಬಲ ಬಂಧರಾದರ. തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, ಬೆಂಕಿ തീ പിടിക്കട്ടെ, ಬೆಂಕಿ ಹತ್ತಿಕೊಳ್ಳಿ, തീ പിടിക്കട്ടെ, ಬೆಂಕಿ ಹತ್ತಿಕೊಳ್ಳಲಿ, തീ പിടിക്കട്ടെ, ಬೆಂಕಿ ಹತ್ತಲಿ, തീ പിടിക്കട്ടെ, ಬೆಂಕಿ ಹತ್ತಲಿ, തീ പിടിക്കട്ടെ. ಬೆಂಕಿ ಹತ್ತಲಿ. പ്രവാചക വീര്യത്തിൽ, ಪ್ರವಾದನ ಶಬ್ದ, പ്രവാചക വീര്യത്തിൽ, ಪ್ರವಾದನಾತ್ಮಕ, പ്രവാചക വീര്യത്തിൽ ಪ್ರವಾದನ ಧ್ವನಿ, കാത്തി പിടിക്കട്ടെ, ಪ್ರವಾದನ കാത്തി പിടിക്കട്ടെ, ಪ್ರವಾದನಾತ್ಮ കാത്തി ಉರಿಯಲಿ, പിടിക്കട്ടെ. ಹತ್ತಿ ಹಿಡಿಯಲಿ. ರಾಭ ಲೇಖೆ ದಿವ ಲಬನ ಹಂದರ ಸುಧ ಬಲ ರಬನ ಹಂದರ ಗದ ಪ್ರಬಲಿಯಾದರ ಚುಡವರ ಹಂದರ ಪ್ರಬಲ ಬಂದರಾದರ ಶಬರ ಗದರ ಪ್ರಬಲ ಬಂದರ ಚೂಡಮಾದರ. ಓ കത്തി പിടിക്കട്ടെ നാടി, കത്തി പിടിക്കട്ടെ. റാത്തല, ഹന്തല, റബദലബ. ഒരു സൈഡിൽ നിന്ന് തീ തൊട്ട് തുടങ്ങണ്ട, തീ തൊട്ട് തുടങ്ങണ്ട. ഇതിനകത്ത് ദുഷ്ടശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ಇದರಲ್ಲಿ ದುಷ್ಟ ಶಕ್ತಿಗಳಿಗೆ ಎದುರಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഇതിനകത്ത് പൈശാചിക കരങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ಇದರ ಒಳಗೆ ಸೈತಾನನ ಕರಗಳಿಗೆ ಜಯಿಸಲಿಕ್ಕೆ ഇത് ಸಾಧ್ಯವಿಲ್ಲ. ഈ തീക്കകത്ത് ആരൊക്കെ ಈ ಬೆಂಕಿಯ ಒಳಗೆ ಆಳವಾಗಿ ಇಳಿ.
വലിയ ദൈവശക്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ದೊಡ್ಡ ದೈವಶಕ್ತಿ ಇದರಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ಆರಂಭದಲ್ಲಿ ಹೇಳಿದ ಹಾಗೆ നീ ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലുകൾ താണ്ടിയും ಇಲ್ಲಿ ಸ್ತುತಿಸ್ತಾ ಇರುವಾಗ ಸಮುದ್ರದ ಆಚೆಯು ഞാൻ ഒരാളെ നോക്കിയല്ല ഈ പ്രവചന ദൂത് കൈമാറുന്നത്. ಒಬ್ಬನನ್ನು ನೋಡಿ ಅಲ್ಲ ಈ ಸಂದೇಶವನ್ನು ಹಸ್ತಾಂತರಿಸುವುದು. ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ಇದರ ಒಳಗಿರುವಂತ ದೊಡ್ಡ ಗುಂಪನ್ನು ನೋಡಿ ಈ ಸಂದೇಶವನ್ನು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದ್ದೇನೆ. ഇതാ നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേറെ നാടുകളിലേക്ക് പറിച്ച് നടാൻ പോകുന്നു. ഇതാ ನಿಮ್ಮನ್ನು ಪವಿತ್ರಾತ್ಮನು ಬೇರೊಂದು ದೇಶಕ್ಕೆ ಕಿತ್ತು ನೆಡುವಾತನಾಗಿದ್ದಾನೆ. ഈ സമയം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ಈ ಸಮಯ ಕರ್ತನನ್ನು ಮಹಿಮೆಪಡಿಸಿಕೋ. ആരാധന കരേറ്റിക്കോ. ಆರಾಧನೆಯನ್ನು ಸಲ್ಲಿಸು. അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. ಹತ್ತಿರದವರನ್ನು ಗಮನಿಸಬೇಡಿರಿ. അടുത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കരുത്. ಹತ್ತಿರದವರನ್ನು ನೋಡಬೇಡಿರಿ. ഈ തീക്കകത്ത് ಈ ಬೆಂಕಿಯೊಳಗೆ കയറി കത്തിപ്പിടിച്ചോ. ಆಮೆನ್. ಪ್ರಜ್ವಲಿಸಿರಿ. നിന്റെ വിഷയങ്ങൾക്ക് ഈ തീ മതിയായതാ. ನಿನ್ನ ವಿಷಯದಲ್ಲಿ ಈ ಬೆಂಕಿಯು ಸಾಕಾಗಿರುವಂತದ್ದು. നിന്റെ സകല വിഷയങ്ങൾക്കും ഈ തീ മതിയായതാ. ನಿನ್ನ ಎಲ್ಲ ವಿಷಯಕ್ಕೂ ಈ ಬೆಂಕಿ ಪರಿಹಾರವಾಗಿದೆ. ഈ തീ നിനക്ക് നിന്റെ സമ്പത്തിനെ കൊണ്ടുവരും. ಈ ಬೆಂಕಿಯು ನಿನಗೆ ನಿನ್ನ ಸಂಪತ್ತನ್ನು ಕರೆತರುತ್ತದೆ. ഈ തീ നിന്റെ ആരോഗ്യത്തെ മടക്കിക്കൊണ്ടുവരും. ಈ ಬೆಂಕಿಯು ನಿನ್ನ ಆರೋಗ್ಯವನ್ನು ತಿರುಗಿ ಕೊಡುವಂತದಾಗಿದೆ. ഈ തീ നിന്റെ ആയുസ്സിനെ ദീർഘായുസാക്കി മാറ്റും. ಈ ಬೆಂಕಿಯು ನಿನ್ನ ಆಯುಷ್ಯನ್ನು ದೀರ್ಘಾಯುಷ್ಯವನ್ನಾಗಿ ഈ ಮಾರ್ಪಡಿಸುತ್ತದೆ. തീ നിന്റെ കൂരിനകത്ത് വെളിച്ചമായിട്ട് നിൽക്കും. ಈ ಬೆಂಕಿಯು ನಿನ್ನ ಕುರುಡುತನವನ್ನು ನೀಗಿಸಿ ನಿನಗೆ ಬೆಳಕು ಕೊಡುವಂತದಾಗಿದೆ. ഈ തീ കൂരിനകത്ത് കൂരിൽ കാണാനേ കഴിയത്തില്ല. ಈ ಬೆಂಕಿಯು ಕಾರ್ಗತ್ತಲೆಗೆ ಸಮೀಪಿಸಲಿಕ್ಕೂ ಆಗುವುದಿಲ್ಲ. ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചോ. ಶಬ್ದ ಮೇಲಕ್ಕೆತ್ತಿ ಯೇಸುವೇ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. ഒരു നാവ് പോലും അടക്കി വെക്കരുത്. ಯಾವ ನಾಲಿಗೆ ಕೂಡ ಮೌನವಾಗಿರಬಾರದು. വിടിയിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ಬಿಡುಗಡೆ ಕೊಡಲು ಸಮರ್ಥನಾದ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ಸಹಾಯ ಮಾಡುವುದಕ್ಕೆ ಸಮರ್ಥನಾದ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. ആ ദൈവത്തിന്റെ നാമമാ യേശു 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 യേശു. ಆ ದೇವರ ನಾಮವೇ ಯೇಸು ಯೇಸು ಯೇಸು. ആ യേശുവിന്റെ നാമത്തെ ശക്തിയോടെ വിളിച്ചു തുടങ്ങുക. ಆ ಯೇಸುವಿನ ನಾಮವನ್ನು ಶಕ್ತಿಯಿಂದ ಕೂಗಿರಿ. നിന്റെ സ്ഥിതികളെ മാറ്റുന്ന നാമമാത്. ನಿನ್ನ ಸ್ಥಿತಿಗಳನ್ನು ಬದಲಾಯಿಸುವ ನಾಮವಾಗಿದೆ. നിന്നെ ഉയർത്തുന്ന നാമമാത്. ನಿನ್ನ ಮೇಲಕ್ಕೆತ್ತುವ ನಾಮವಾಗಿದೆ. ആരുടെയും ശബ്ദം കുറഞ്ഞു പോകരുത്. ಯಾರ ಶಬ್ದ ಕೂಡ ಕಡಿಮೆ ಆಗಬಾರದು. ഇതിനകത്തിരിക്കുന്ന ആത്മസാന്നിധ്യം വ്യാപരിക്കുന്ന ಆತ್ಮಸಾನ್ನಿಧ್ಯವರಲ್ಲಿ നിസ്സാരമായി കാണരുത്. ತುಂಬಲ್ಪಡುವಂತದಾಗಿದೆ. ശബ്ദമുയർത്തേ. ಸ್ವರವೆತ್ತಿ. ശബ്ദമുയർത്തേ. ಶಬ್ದವೆತ್ತಿ. ನಿನ್ನೆ ರಾತ್ರಿ ಕೂಡ ಈ ಮಗುವಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆ. ನನ್ನಲ್ಲಿ ದೇವರಾತ್ಮನು ಕೊಡುವಂತ ಒಂದು ಭರವಸೆಯ ಕಾರ್ಯ ಇದೆ. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಫೋನ್ ಇದ್ದರೆ ಅವರ ಫೋಟೋ ತೆಗೆದಿಡಬೇಕು. ಒಂದೊಂದು ದಿನ ಫೋಟೋ ತೆಗಿಬೇಕು. ಒಂದು ತಿಂಗಳ ನಂತರ ಮತ್ತೆ ಪರೀಕ್ಷಿಸಬೇಕು. Hallelujah.
ചർച്ചിലെയാണോ? ഈ സഭಯವರ ഇവിടെയാണ്. ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. മലയാളം മനസ്സിലാവും? ಅರ್ಥ ಆಗ್ತದೆ? ಸ್ವಲ್ಪ ಈ ಸಭೆಯೊಂದಿಗೆ ಸಂಬಂಧಪಟ್ಟು ನಿಂತಿದ್ದೀರಾ ಅಂತ, ಕನೆಕ್ಟ್ ಆಗಿ ನಿಂತಿದ್ದೀರಾ ಅಂತ. ಬೆಂಗಳೂರು ಶಾರಬ ಹಂಡಲ ಮನ റബാർത്തൽ ഹംദൽ ഖന. എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ ഇലക്ട്രോണിക്, എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രശ്നമാകട്ടെ, ഇലക്ട്രോണിക് സിറ്റി അതെവിടെയാണ് എനിക്കറിയില്ല. ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂരുകാരനാണ്. ഇവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്നു. ഈ സഭയിലുള്ള എന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳಲಿಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಧೂರಬ ಶಂದಲ್ ಖನ ದಿಬನ ಹದುಲಚ ಲಬಾರ್ಥನ. നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനുമായി, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിയുമായി ബന്ധപ്പെട്ട്, ಈ ಮಾಡುತ್ತಿರುವಂತ ಈ ಕೆಲಸಕ್ಕೆ ಸಂಬಂಧಪಟ್ಟು, ഇതേ പ്രൊഫഷനിൽ, ഇതേ ಒಂದು ಹುದ್ದೆಯಲ್ಲಿ നിങ്ങളെ അടുത്തൊരു ഒരു മീഡിയ അങ്ങനത്തെ ആ ഒരു ഇതിലോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കയറ്റുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ಮುಂದಿನ ಒಂದು ಹಂತದಲ್ಲಿ ಮೀಡಿಯಾ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟು നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഒരു വാൾജ് കിടക്കുന്നത് അത് മീഡിയ എന്ന് മീഡിയ. ನೀವೇನ್ ಮಾಡ್ತಾ ಇದ್ದೀರಾ ಎಂದು ಗೊತ್ತಿಲ್ಲ. ಆ ಬ್ಯಾಟ್ ತೋರುವಂತದ್ದು ಮೀಡಿಯಾ ಎಂಬುದಾಗಿತ್ತು. അങ്ങനെ കവർ ചെയ്യാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ പ്രശ്നം നിങ്ങൾ നിർത്തുന്നു. ಅವುಗಳಿಂದ ಅಲಂಕರಿಸಿ ನಿಲ್ಲಿಸುವುದನ್ನು ದೇವರಾತ್ಮನ ತೋರಿಸಿ. ശരിയാണോ ഇത്? മനസ്സിലായോ ഇല്ലയോ? വർക്ക് ചെയ്യേണ്ടിരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടും എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ನನಗೆ ಮತ್ತೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. അതുമായി ബന്ധപ്പെട്ട്, ഈ മീഡിയയുമായി ബന്ധപ്പെട്ട്, ആ മീഡിയയ്ക്ക് ಸಂಬಂಧಪಟ್ಟು വീണ്ടും നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്താൻ പോകുന്നു. ಇನ್ನೊಂದು ಹಂತಕ್ಕೆ ದೇವರು ಮೇಲಕ್ಕೆತ್ತುತ್ತಾನೆ. നിങ്ങൾ ഒരു പക്ഷേ സാമ്പത്തികം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയായിരിക്കാം മാറിയത്, എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ടാഗ് എന്നെ കാണിക്കുന്നു. അതിനകത്തിരിക്കുന്നു, ഞാൻ കാണുന്നു മീഡിയ. ನೀವೊಂದು ಆರ್ಥಿಕ ಸುವ್ಯವಸ್ಥೆಗೋಸ್ಕರವಾಗಿ ಇಲ್ಲಿಂದ ಬಿಟ್ಟು ಹೋಗಿದರೂ ಗೊತ್ತಿಲ್ಲ ನನಗೆ, ಆದರೆ ನಿಮ್ಮ ಕಂಕುಳಲ್ಲಿ, ನಿಮ್ಮ ಕುತ್ತಿಗೆಯಲ್ಲಿ ಟ್ಯಾಗ್ ಇರುವುದನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ഉറബ ഹൻഡൽ മന റബാർത്തൽ ഹദുരജാലഗതി അർഖമന ദഗൽഖനാദി ആധാരകശേതേലബേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടുത്ത അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധനെ കൊണ്ടുവരുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ಅಂತ ಒಂದು ಹಂತಕ್ಕೆ ದೇವರಾತ್ಮ ನಡೆಸ್ತಾನೆ. അതിനകത്ത് എന്റെ ദൈവത്തിന്റെ പരിശുദ്ധ ഇത് മാത്രമല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മാത്രമല്ല, ഈ വീഡിയോ ತೆಗೆದುಕೊಳ್ಳೋದು ಮಾತ್ರವಲ್ಲ, നിങ്ങൾ ഈ ഡെസ്ക്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്നത്, ನೀವು ಬಸ್ ಸ್ಟಾಪಿನ ಮುಂದೆ അത് എഡിറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ಎಡಿಟ್ ಮಾಡುವುದನ್ನೆಲ್ಲ ದೇವರಾತ್ಮನ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. അങ്ങനത്തെ കാഴ്ചകൾ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ಅಂತ ದೃಶ್ಯಗಳನ್ನ ದೇವರಾತ್ಮನ ತೋರಿಸ್ತಾ അതുപോലെ ദൈവം നിങ്ങളെ വീണ്ടും ദൈവികമായ എൻകൗണ്ടറുകൾ, ദൈവികമായ ശുശ്രൂഷകൾ, അതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. ಅಂತ ಪುನಃಸ್ಥಾಪನೆಗೊಳಿಸಿ ಅಂತ ಸೇವೆಯಲ್ಲಿ ನಿಮ್ಮನ್ನು ನಡೆಸುವಂತ ಕಾರ್ಯವನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാധാര ശംദൽ ഖന റിബാർധന ഹംദൽ ഖനാദല.
ದೇವರು ನಂಬಿಗಸ್ತನು, നിന്നതുപോലെ കർത്താവ് ഉയർത്തും. ಹಾಗೆ ನಿಮ್ಮನ್ನು ಮೇಲಕ್ಕೆತ್ತ ತರುತ್ತಾನೆ. എന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത്, ನನ್ನ ಮುಂದೆ ದೇವರಾತ್ಮನ ತೋರಿಸುವಂತ ದೃಶ್ಯ. നിനക്കിപ്പോ 2 വീലർ ഉണ്ടോ, 4 വീലർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ನಿಮಗೆ 4 ಚಕ್ರದ ವಾಹನ ಇದೆಯೋ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ എന്റെ മുമ്പിൽ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അങ്ങനത്തെ ഒരു കാറ് എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ಅಂತಾರಾಜ್ಯದ ಆ ಬ್ರ್ಯಾಂಡ್ ಇರುವಂತಹ ಕಾರನ್ನು ದೇವರಾತ್ಮ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. എനിക്കറിയാം ആ കാറിന്റെ പേര് ഓടി എന്നാണ്. ഓടി. ಆ ಕಾರಿನ ಹೆಸರು ಓಡಿ ಎಂಬುದಾണ്. അതേപോലെ ഒരു കാറും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നതും എന്ന ദൈവത്തിന്റെ ಅಂತ ಕಾರಿನಲ್ಲಿ ನೀವು ಪ್ರಯಾಣಿಸುವುದನ್ನು ದೇವರಾತ್ಮ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തുണ്ടോ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം നിങ്ങൾ അതേ ലെവലിലേക്ക് കൊണ്ടുവരും. ನಿಮ್ಮ ಪ್ರಾರ್ಥನಾ ಕೊನೆಯಲ್ಲಿ ಇದೆಯೋ ನೀವು ಅದನ್ನು ಕೇಳಿದಿರೋ ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಆದರೆ ಅದರಿಂದ ನಿಮ್ಮ ಕೈಗೆ ಕೊಡುವಾತನಾಗಿದ್ದಾನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೇಳಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. ಕೈಗೆ ಮೇಲೆ ಕತ್ತುಕೊಂಡು ದೇವರ ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮ ಮೇಲೆ ಅದನ್ನು ಮಾಡುವಾತನಾಗಿದ್ದಾನೆ. ದೇವರಾತ್ಮನು ಅದನ್ನು ತಿರುಗಿ ತರ್ತಾನೆ. ಅದೇ ದೇವರ ಕ್ರಿಯೆ ನಿಮ್ಮಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹಾಲ ಶಬ್ದಲ್ ಖನ ರುಬಾ ಹತಲೆ ರಬಾರ್ಥನ ಕೃಪೆಯೇ ಯೇಸುವಪ್ಪ ಎಲ್ಲ ನಿನ್ನ ಕೃಪೆಯೇ ನನ್ನ ಜೀವನ ಸಾಗುತ್ತಿರುವುದು ನನ್ನ ಬಲವಿಲ್ಲ ನಾ ಮಣ್ಣಲ್ಲಿರದೆ ಉಸಿರಾಡುವುದು ನನ್ನ ಸಾಮರ್ಥ್ಯದಲ್ಲಿ. എന്റെ മുമ്പിൽ സമയം കളയാനില്ല. ನನ್ನ ಮುಂದೆ ಸಮಯವನ್ನು ವ್ಯರ್ಥ ಮಾಡಲಿಕ್ಕಿಲ್ಲ. സമയം വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുന്നു. ಸಮಯ ಬಹಳ ಬೇಗನೆ ಹಾದು ಹೋಗ್ತಾ ಇದೆ. ഇന്ന് രാവിലെ ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನನ್ನ ಪ್ರಾರ್ಥನಾ ಕೋಣೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇರುವಾಗ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. ಇದುವರೆಗೆ ಅಂತ ಒಂದು ಹೆಸರು ಕೇಳಿಲ್ಲ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ನಾನು ಬಹಳ ಆರಂಭದಲ್ಲಿ ಒಂದು ಬಹಳ ನಾನು ಕೇಳದಂತ ಒಂದು ಹೆಸರು ನಾನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. ബോഹ എന്നൊരു പേര് എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. ಬೋಹ ಎಂಬ ಒಂದು ಹೆಸರನ್ನು ಪವಿತ್ರಾತ್ಮನ ಮುಂದೆ ತಂದನು. ഇതൊരു സ്ഥലമാണ്. ಇದೊಂದು ಸ್ಥಳವಾಗಿದೆ. ഇതൊരു സ്ഥലമാണ്. ಇದೊಂದು ಸ್ಥಳವಾಗಿದೆ. ഇതൊരാളുടെ പേരല്ല, ഇതൊരു സ്ഥലമാണ്. ಇದೊಂದು വ്യക്തി ಹೆಸರಲ್ಲ, ಒಂದು ಸ್ಥಳದ ಹೆಸರಾಗಿದೆ. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്നെ കാണുന്നവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കൂട്ടത്ത് ഈ സ്ഥലവുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ കൈപൊക്കുക. ಈ ಸ್ಥಳವಾಗಿ ಸಂಬಂಧಪಟ್ಟವರೋ, ಇದು ನಮ್ಮನ್ನು ನೋಡ್ತಾ ಇರುವವರೋ, ಇದರ ಒಳಗೆ ಇರುವವರೋ ಯಾರಾದರೂ ಇದ್ದರೆ കൈ മേലേക്ക് എത്തിരെ സാക്കു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കർണാടകയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാ കൊണ്ടുവന്നിരിക്കുന്നത്. ബോഹ. ಬೋಹ BHOJA ജോഹ. സ്പെല്ലിംഗ് എന്തുവാ? ബോഗാദി. കർണാടകയിൽ ഒരു ബോഗാദി ഉണ്ട്. ബോഗാദി. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബോഗാദിಗೆ ಸಂಬಂಧಪಟ್ಟವರು ಯಾರಾದರೂ ಇದ್ದೀರಾ? ഇവിടുന്ന് 471 കിലോമീറ്റർ. ഇവിടുന്ന് 471 കിലോമീറ്റർ ಇಲ್ಲಿಂದ 471 ಕಿಲೋಮೀಟರ್ ದೂರದಲ್ಲಿ. ഈ സമയം കളയാൻ ഞാൻ നേരത്തെ പറഞ്ഞു, സമയം കളയാനില്ല. എൻ്റെ മുമ്പിൽ ഞാൻ അടുത്ത ദൂതിലേക്ക് കയറണം. എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. എന്നെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ ആ ഭാഗത്തുണ്ടെങ്കിൽ
വിളിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ സ്ക്രീനിൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ನಿങ്ങളുമായി ബന്ധപ്പെട്ട ದೈವത്തിന്റെ ಪ್ರವೃತ್ತಿಯೋടെ വെളിപ്പെടാൻ പോകുന്നു. ಈಗ ಈ ಹೆಸರಿಗೆ ಸಂಬಂಧಪಟ್ಟವರು ಯಾರಾದರೂ ಒಳಗೆ ಇದ್ದರೆ ಅವರು ಸಂಪರ್ಕಿಸಿರಿ. ಆ ಕೈ ಮೇಲೆ ಕೆತ್ತಿ ಅಥವಾ ನೇರ ಪ್ರಸಾರದಲ್ಲಿ ಯಾರಾದರೂ ಪ್ರೇಕ್ಷಕರಾಗಿ ಇರುವುದಾದರೆ ಅಂಥವರು ಈ ಸ್ಥಳಕ್ಕೆ ಸಂಬಂಧಪಟ್ಟವರು ಯಾರಾದರೂ ಇದ್ದರೆ ನೀವು ಈ ದೂರವಾಣಿ ಸಂಖ್ಯೆಯಲ್ಲಿ ಸಂಪರ್ಕಿಸಿರಿ. ದೇವರು ನಿಮ್ಮನ್ನು ಆ ಪ್ರದೇಶದಲ್ಲಿ ഉപയോഗിക്കുവാനാണ്. തുടക്കത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുമെന്ന്. ಆರಂಭದಲ್ಲಿ ದೇವರ ಪವಿತ್ರಾತ್ಮನು ಹೇಳಿದನು ಚಿಕ್ಕ ಬೆಂಕಿಯು ದೊಡ್ಡ ಕಾಡನ್ನು ಆಮೆ ಉರಿಯುವಂತೆ ಮಾಡುವಂತದ್ದು. ഇതാ ആ ദേശത്തും ഇതാ ഒരു തീ കത്തേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ಆ ದೇಶದಲ್ಲಿ ಕೂಡ ಒಂದು ಬೆಂಕಿಯ ಜ್ವಾಲೆಯು ಹಬ್ಬುವುದಕ್ಕಾಗಿ ಆ ದೇಶ ಕೂಡ ಕಾಯುತ್ತಾಗಿದೆ. ഞാൻ ഇതുവരെ ആ ദേശത്ത് പോയിട്ടില്ല. ഒരു ബൗണ്ടറി ഏരിയ, ഒരു ബൗണ്ടറി ഏരിയ എന്നെ ദൈവത്തിന്റെ വിശ്വാസം കാണിക്കുന്നത് ഇതാ കർണാടകയുടെ ബൗണ്ടറികൾ മേരെ ಹಾಕಲ್ಪಟ್ಟಂತ ಒಂದು ಸ್ಥಳ. തീ പിടിച്ച് കത്തി തുടങ്ങാൻ പോവുക. ಅಲ್ಲಿ ಬೆಂಕಿಯು ಪ್ರಜ್ವಲಿಸಲಿಕ್ಕೆ ಆರಂಭಿಸ್ತಾ ಇದೆ. എവിടെയൊക്കെ പിശാച് അതിരിട്ട് ഒതുക്കുമെന്ന് പറഞ്ഞോ, ಎಲ್ಲೆಲ್ಲ ಸೈತಾನನು ಮೇರೆಯಾಕಿ ಸೀಮಿತಗೊಳಿಸ್ತಾನೆಂಬುದಾಗಿ ಹೇಳಿದನೋ, ഇതാ അവന്റെ ബൗണ്ടറികൾക്കപ്പുറത്ത് നിന്ന് ഒരു തീ കത്തി കയറാൻ പോവുക. ಆತನ ಮೇರೆಯ ಆಚೆಯಿಂದ ಒಂದು ಬೆಂಕಿಯು ಇಲ್ಲಿ ಹತ್ತಿಕೊಳ್ಳುವಂತದ್ದಾಗಿದೆ. പിശാച് ഒരു ചെറിയ പ്ലാൻ ഇടുമ്പോൾ അതിന് മുകളിൽ എന്റെ ദൈവത്തിന്റെ പദ്ധതി വിരിക്കപ്പെട്ട് കഴിഞ്ഞു. ಸೈತಾನನು ಸಣ್ಣದಾದ ಯೋಜನೆ ಹಾಕುವಾಗಲೇ ಅದಕ್ಕಿಂತ ದೊಡ್ಡ ಯೋಜನೆಯನ್ನು ನನ್ನ ದೇವರು ಹಾಕುವಾತನಾಗಿದ್ದಾನೆ. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ, വിളികൾ എന്റെ മുമ്പിൽ വരും. ನನಗೆ ಗೊತ್ತುಂಟು, ನಾನು ಇಲ್ಲಿಂದ ಸೇವೆ ಮುಗಿಸಿ ಹೋಗೋದಕ್ಕೆ ಒಳಗಾಗಿ ಈ ಒಂದು ಹೆಸರಿಗೆ ಸಂಬಂಧಪಟ್ಟಂತ ವ್ಯಕ್ತಿಗಳು ಆಮೇಲೆ ಅಂತವರು ಸಂಪರ್ಕಿಸ್ತಾರೆ ಅಥವಾ ಅಂತ ಕರೆಗಳು ಬರುತ್ತದೆ. എന്റെ ദൈവം ഫോഷ്ക്ക് പറയുന്നവനല്ല. ನನ್ನ ದೇವರು ಸುಳ್ಳು ಹೇಳುವವನಲ್ಲ. എന്റെ ദൈവം സത്യവാൻ. ನನ್ನ ದೇವರು ಸತ್ಯವಂತನಾಗಿದ್ದಾನೆ. എന്റെ ദൈവത്തെ പോലെ മഹത്വമുള്ള ദൈവം ನನ್ನ ದೇವರಾಗಿ ಮಹಿಮಾ ಸ್ವರೂಪನಾದ ದೇವರು ಯಾರು? എന്റെ യേശുവിനെ പോലെ ഒരു വേറെ ദൈവവുമില്ല. ನನ್ನ ಯೇಸುವಿನಾಗಿ ಬೇರೆ ಯಾರು ದೇವರಿಲ್ಲ. ഇതിനകത്ത് സകല മഹത്വവും, ಎಲ್ಲಾ ಮಹಿಮೆಯು, എല്ലാ പുകഴ്ചയും, ಎಲ್ಲಾ ಮಹಿಮೆಯು, എല്ലാ ബഹുമാനവും ಎಲ್ಲಾ ಘನತೆಗಳು എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്, ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ എന്റെ ಮಾತ್ರ. കർത്താവായ യേശു ക്രിസ്തുവിന് ನನ್ನ ಕರ್ತನಿಗೆ ಮಾತ್ರ. കരങ്ങൾ ഉയർത്തി പറയാമോ? എല്ലാ മഹത്വവും, ಎಲ್ಲಾ ಮಹಿಮೆಯು, എല്ലാ പുകഴ്ചയും, ಎಲ್ಲಾ ಘನವು എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്, ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಮಾತ್ರ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಹല്ಲೇಲೂಯಾ, ഹല്ലേലൂയ, ಹല്ಲೇಲೂಯಾ. നമുക്കൊരു ഒരു തിരുവചനം വായിച്ച് ನಮಗೊಂದು ವೇದ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳುವ സമയം വേഗത്തിൽ പോയി. ಸಮಯ ಮುಂದೆ ಹೋಗುತ್ತಾ ಇದೆ. 23-ാം സങ്കീർത്തനം 23ನೇ ಕೀರ್ತನೆ അതിന്റെ 1-ാമത്തെ വാക്യം. ಅದರ 1ನೇ ವಾಕ್ಯ. അതൊരാൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ಅದರೊಂದಿಗೆ ಯೋಹಾನನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ, അതിന്റെ 11-ാമത്തെ വാക്യം, ಅದರ 11ನೇ ವಾಕ್ಯ. ಯೋಹಾನನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಾಕ್ಯ. ನಾನೇ ಒಳ್ಳೆ ಕುರುಬನು, ಒಳ್ಳೆ ಕುರುಬನು ತನ್ನ ಕುರಿಗಳಿಗೋಸ್ಕರ ತನ್ನ ಪ್ರಾಣವನ್ನು ಕೊಡುತ್ತಾನೆ. സങ്കീർത്തനം 23-ന്റെ 1. ಕೀರ್ತನೆ 23:1. ಯೆಹೋವನು ನನಗೆ ಕುರುಬನು, ಕೊರತೆ ಪಡೆನು. സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ എന്റെ ഇടയനാകുന്നു. ಕೀರ್ತನೆಗಾರನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಯೆಹೋವನು ನನ್ನ ಕುರುಬನಾಗಿದ್ದಾನೆ. യോഹന്നാനിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ಯೋಹಾನನ ಸುವಾರ್ತೆಯಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ നല്ല ഇടയൻ, ನಾನೇ ಒಳ್ಳೆ ಕುರುಬನು, ഞാൻ നല്ല ഇടയനാകുന്നു. ನಾನು ಒಳ್ಳೆ ಕುರುಬನಾಗಿದ್ದೇನೆ. ഇതാ യഹോവ ഇടയനാകുന്നു, ಯೆಹೋವನು ಕುರುಬನಾಗಿದ್ದಾನೆ. എന്നാൽ ദൈവം പറയുക ഞാനാ നല്ല ഇടയൻ. ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನೇ ಆ ಒಳ್ಳೆಯ ಕುರುಬನು. ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ നടന്ന ദാവീദിന് ഒരു കാര്യം അറിയാം. ಕುರಿಗಳನ್ನು ಮೇಯಿಸಿ ಕಾಡಲ್ಲಿ ತಂಗಿದಂತ ದಾವೀದನಿಗೆ ಒಂದು ಸತ್ಯ ಸಂಗತಿ ಗೊತ್ತು. തന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ എങ്ങനെ പരിപാലിക്കണമെന്നറിയാം. ತನಗೆ ವಹಿಸಿಕೊಟ್ಟಂತ
ಕುರಿಗಳನ್ನು ಹೇಗೆ പരിപാലನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ഒരു ദുഷ്ടമൃഗത്തിനും വിട്ടുകൊടുക്കാതെ കാവൽ കാക്കാൻ ദാവീദിന് ತನ್ನ ಕೈಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟ ವಹಿಸಿಕೊಟ್ಟ ಕುರಿಗಳನ್ನು ಯಾವ ದುಷ್ಟ ಮೃಗವು ಆಕ್ರಮಿಸದೆ ಕಾಯುವುದಕ್ಕೆ, അതിനെ ആക്രമിക്കാൻ വരുന്നതിനെ പിന്തുടർന്ന് പിടിച്ച് അതിന്റെ വായിൽ നിന്ന് വിടുവിക്കാനും ഈ ദാവീദ് എന്ന ഇടയൻ അറിയാം. ಅತಿಕ್ರಮಿಸಲಿಕ್ಕೆ ಬರುವಂತ ಪ್ರಾಣಿಯ ದುಷ್ಟ ಮೃಗವನ್ನು ಅದರ ಬಾಯಿಯಿಂದ ತಪ್ಪಿಸುವುದಕ್ಕೂ ದಾವೀದನು ತಿಳಿದಿದ್ದನು. അങ്ങനെ ഇടയനായിരിക്കുന്ന ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. ಅಂತ ಕುರುಬನಾಗಿರುವ ದಾವೀದನಿಗೆ ಒಂದು ಸತ್ಯಸಂಗತಿ ഈ ಅರ್ಥವಾಯಿತು. ആടുകൾക്ക് ഞാനാണ് ഇടയനെങ്കിൽ, ಈ ಕುರಿಗಳಿಗೆ ನಾನೇ ಕುರುಬನಾದರೆ എനിക്കൊരു ഇടയനുണ്ട്. ನನಗೊಬ್ಬ ಕುರುಬನಿದ್ದಾನೆ, അത് യഹോവയാണ്. ಅದು ಯೆಹೋವನಾಗಿದ್ದಾನೆ. ഈ ആടുകളെ ഞാൻ ഇത്രമാത്രം പരിപാലിക്കുന്നുണ്ടെങ്കിൽ, ಈ ಕುರಿಗಳನ್ನು ಇಷ್ಟು ಮಾತ್ರ ಪರಿಪಾಲನೆ ಮಾಡುವುದಾದರೆ സ്വർഗത്തിലെ എന്റെ ഇടയൻ എന്നെ എത്രയധികം പരിപാലിക്കും. ಪರಲೋಕದ ದೇವರಾದ ಕುರುಬನು ನನ್ನನ್ನು ಎಷ್ಟು ಮಾತ್ರ ಪೋಷಿಸ್ತಾನೆ. എന്നെ ദുഷ്ടമൃഗങ്ങളുടെ കയ്യിൽ ആ ഇടയൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ನನ್ನನ್ನು ಕ್ರೂರ ಜಂತುಗಳಿಗೆ ವಹಿಸಿ ಕೊಡುವುದಿಲ್ಲ. എനിക്കൊരു കോട്ടം തട്ടുവാൻ ആ ഇടയൻ അനുവദിക്കത്തില്ല. ನನ್ನನ್ನು ಎಡವುವುದಕ್ಕೆ ಯಾವತ್ತೂ ಆತನು ಅನುಮತಿಸುವುದಿಲ್ಲ. എനിക്ക് ദോഷം വരുന്നതൊന്നും ആ നല്ല ഇടയൻ അനുവദിക്കത്തില്ല. ನನಗೆ ಕೇಡುಂಟು ಮಾಡುವಂತ ಯಾವ ಕಾರ್ಯಕ್ಕೂ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. പിന്നെ ആ ഇടയൻ എന്തു ചെയ്യും? ಹಾಗಿರುವುದಾದರೆ ಕುರುಬನು ಏನು ಮಾಡುತ್ತಾನೆ? ആ ഇടയൻ നിന്നെ നല്ലവണ്ണം പരിപാലിക്കും. ಆ ಕುರುಬನು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಿನ್ನನ್ನು ಪೋಷಿಸ್ತಾನೆ. ദാവീദ് എന്ന ഇടയൻ ഒരു കാര്യം അറിയാം. ದಾವೀದನೆಂಬ ಕುರುಬನಿಗೆ ಒಂದು ಸಂಗತಿ ಗೊತ್ತು. ആടുകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ಕುರಿಗಳಿಗೆ ಏನಾದರೂ ಸಂಭವಿಸಿದರೆ കൃത്യസമയത്തിന് അതിന് വേണ്ടുന്ന മരുന്നും തീനിയും കൊടുത്തതിനെ പരിപാലിച്ച് പുറത്തെടുക്കാൻ അറിയാം. ಸರಿಯಾದ ಸಮಯದಲ್ಲಿ ಔಷಧ ಉಪಚಾರಗಳನ್ನು ಕೊಟ್ಟು ಆಹಾರ ಕೊಟ್ಟು ಪೋಷಿಸುವುದಕ್ಕೆ ಚೆನ್ನಾಗಿ ಆಮೇಲೆ ತಿಳಿದಿದ್ದವನಾಗಿದ್ದನು. ഒരു ഇടയൻ ഒരിക്കലും ദുർഘടമുള്ള സ്ഥലത്ത്, ആപത്തുള്ള സ്ഥലത്ത് തന്റെ ആടുകളെ കൊണ്ടുപോയി നിർത്താറില്ല. ಯಾವತ್ತು ತನ್ನ ಕುರಿಗಳನ್ನು ಒಳ್ಳೆಯ ಕುರುಬನು ಕಾರ್ಗತ್ತಿಲಿನ ಅಪಘಾತವಿರುವ ಸ್ಥಳಕ್ಕೆ ಆತನು ನಡೆಸುವುದಿಲ್ಲ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ആടുകളെ ഒരിക്കലും ആപത്തുള്ള ഇടങ്ങളിൽ വിട്ടേച്ച് പോകത്തില്ല. ಹಾಗಿರುವುದಾದರೆ ತನ್ನ ಜನರನ್ನು ದೇವರು ಆಪತ್ತಿರುವ ಸ್ಥಳದಲ್ಲಿ ಆತ ಅವರನ್ನು ಒಂಟಿಗರಾಗಿ ಇರೋದಕ್ಕೆ ಅನುಮತಿಸುವುದಿಲ್ಲ. പിന്നെ ഒരു കാര്യം സംഭവിക്കും. ಹಾಗಿರುವುದಾದರೆ ಒಂದು ಸತ್ಯ ಸಂಗತಿ ನಡೆಯುತ್ತದೆ. നീ ഈ ഇടയനെ വിട്ട് മാറിപ്പോയാൽ, ನೀನು ಈ ಕುರುಬನನ್ನು ಅಗಲಿ ಹೋದರೆ, ഈ ലോകത്തിന്റെ ഇടയൻ ഒരു പക്ഷേ ഭൂരിഭാഗമുള്ളതിന്റെ പുറകെ പോകും. ಈ ಲೋಕದ ಕುರುಬನು ಹೆಚ್ಚು ಸಂಖ್ಯೆ ಇರುವಂತ ಕುರಿಗಳ ಹಿಂದೆ ಹೋಗುತ್ತಾರೆ. എന്നാൽ ഈ നല്ല ഇടയൻ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? ಆದ್ರೆ ಈ ಒಳ್ಳೆ ಕುರುಬನು ಏನು ಮಾಡುತ್ತಾನೆ ಗೊತ್ತಾ? ഇതാ തന്നെ വിട്ട് മാറിപ്പോയ ആ ഒരു ആടിന്റെ പുറകെ ചെല്ലും. ತನ್ನನ್ನು ಬಿಟ್ಟು ದೂರವಾದಂತ ಆ ಕುರಿಯನ್ನು ಹುಡುಕಿ ಅದನ್ನು ಹಿಂಬಾಲಿಸುತ್ತದೆ. ഏതൊക്കെ ട്രാപ്പിനകത്ത് കിടക്കുന്നു അതിനകത്ത് നിന്ന് ഈ ഇടയൻ പുറത്തെടുക്കും. ಯಾವೆಲ್ಲ ಬಿಕ್ಕಟ್ಟಿಗೆ ಸಿಲುಕಿಕೊಳ್ಳುತ್ತದೋ ಅಲ್ಲಿಂದೆಲ್ಲ ಬಿಡಿಸಿ ಹೊರಗೆ ತರದು ರಕ್ಷಿಸುತ್ತದೆ. ഈ ഇടയൻ അതിന് ആപത്ത് ഇത് ആ ട്രാപ്പിനകത്ത് കിടക്കുന്നതിന് വിടുവിച്ചുകൊണ്ട് അവൻ പുറത്തു വരും. ಆ ಕುರಿಯು ಕುಣಿಯೊಳಗೆ ಬೀಳುವಾಗ ಅಲ್ಲಿಂದ ತಪ್ಪಿಸಿ ಅವನನ್ನು ಬಿಡಿಸಿಕೊಂಡು ಬರುತ್ತದೆ. ഞാൻ ഇതിനകത്ത് നിന്ന് ഈ ദൈവസഭയെ നോക്കി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നോക്കി ഒരു ദൂത് കൈമാറാം. ಇಲ್ಲಿ ನಾನಿರುವಂತ ಈ ಸಭೆಯ ಮುಂದೆ ಆಮೇಲೆ ನನ್ನ ನೋಡುತ್ತಾ ಇರುವಂತ ವ್ಯಕ್ತಿಗಳಿಗೆ ನಾನು ಸಂಗತಿ ಹೇಳುತ್ತೇನೆ. ഇതാ നിന്നെ ഒരിക്കലും ഒരു ട്രാപ്പിനകത്ത് അകപ്പെടുത്തുവാൻ ഈ നല്ല ഇടയൻ അനുവദിക്കത്തില്ല. ಯಾವತ್ತು ಒಂದು ಕುಣಿಗೆ ಸಿಕ್ಕಿಕೊಳ್ಳುವ ಹಾಗೆ ದೇವರು ನಿನ್ನನ್ನು ಅನುಮತಿಸುವುದಿಲ್ಲ. ഈ ഇടയൻ നിന്നെ ഒരു ആപത്തിനകത്തും കൊണ്ടുപോയി പെടുത്തത്തില്ല. ಈ ಕುರುಬನು ಯಾವತ್ತು ನಿನ್ನನ್ನು ಈ ಒಂದು ಅಪಘಾತಕ್ಕೆ ಒಳಪಡಿಸುವುದಿಲ್ಲ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൂതിന്റെ മുമ്പിൽ ഇതിനകത്ത് നിങ്ങളെ കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ಈ ಸಂದೇಶದ ಮುಂದೆ ನಿಮ್ಮನ್ನು ಕೂಡಿಸ್ತಾದರೆ, ഒരു കാര്യം നിനക്കൊരു ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട്, ಒಂದು ಸಂಗತಿಯನ್ನು ನಿಮ್ಮ ನೆನಪಿಗೆ ತರುವುದಕ್ಕೂ ನಿಮ್ಮನ್ನು ಎಚ್ಚರ ವಹಿಸುವುದಕ್ಕೋಸ್ಕರ ಇದನ್ನು ಹೇಳುತ್ತಾ ಇದೆ. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് പെർഫെക്റ്റ് പ്ലേസിനകത്താണ്. ದೇವರು ನಿನ್ನನ್ನು ನಿಲ್ಲಿಸಿದು ಸುರಕ್ಷಿತ ವಲಯದಲ್ಲಿ. അതിനകത്ത് കയറി ഒരു ദുഷ്ടനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ಅದರ ಒಳಗೆ ಪ್ರವೇಶಿಸಿದವನನ್ನು ಯಾವ ದುಷ್ಟನು ಮುಟ್ಟುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇതാ ദൈവത്തിന്റെ പരിപാലനം നിന്റെ കൂടെയുണ്ട്. ದೇವರ ಸಂರಕ್ಷಣೆ ನಿನ್ನ ಜೊತೆಯಲ್ಲಿದೆ. ഒരു കാരണവശാലും നിന്റെ മേൽ നിന്ന് ആ പരിപാലനത്തെ എടുത്തു മാറ്റാൻ കഴിയുന്നതല്ല. ಯಾವ ಮಾತ್ರಕ್ಕೂ ಯಾವ ಕಾರಣದಿಂದಲೂ ಅಲ್ಲಿಂದ ಯಾರಿಗೂ ನಿನ್ನನ್ನು ಆಮೇಲೆ ತಪ್ಪಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒരു പക്ഷേ നീ ബാക്ക്വേർഡ് വെച്ചാലും, നീ പുറകോട്ട് പോയാലും, അവൻ ഈ നല്ല ഇടയൻ നിന്നെ തേടി മുന്നോട്ട് കയറി വരും. ಒಂದು ವೇಳೆ ನೀನು ಹಿಂದಕ್ಕೆ ಹೆಜ್ಜೆ ಇಟ್ಟರು ಆ ಒಳ್ಳೆ ಕುರುಬನು ನಿನ್ನನ್ನು ಹುಡುಕಿ ಬರುತ್ತಾನೆ.
ഈ ഇടയൻ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങൾക്കകത്ത്, ಈ ಕುರುಬನು ನಿನ್ನನ್ನು ಹಸಿರು ಗಾವಲ್ನಲ್ಲಿ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത് നിന്നെ കിടത്തും. ವಿಶ್ರಾಂತಿಕರವಾದ ನೀರಿನ ಬಳಿಯಲ್ಲಿ ನಿನ್ನನ್ನು ತಂಗಿಸ್ತಾನೆ. ഈ ദൂത് ആ ഇരിക്കുന്ന സിന്ധു എന്ന സിസ്റ്ററിന്റെ മേൽ വരികയാ. ಇದಾಗಿದೆ, ಈ ಒಂದು ಸಂದೇಶವಾಗಿದೆ, ಸಿಂಧು ಎಂಬ ಸಹೋದರಿಯ ಮೇಲೆ ಬರುತ್ತಾ ಇದೆ. ഥാലബ ശന്തൽ ഖന. ഞാൻ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത്, ನಾನು ಹೀಗೆ ನೋಡುತ್ತಿರುವಂತ ಸಮಯದಲ್ಲಿ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ GCC എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട്, ನನ್ನ ಮುಂದೆ GCC ಎಂಬಂತ ರಾಜ್ಯವನ್ನು ದೇವರಾತ್ಮರು ತೋರಿಸಿದರು. അതിൽ ദുബായിയുമായി ബന്ധപ്പെട്ട് ಅದು ದುಬೈಗೆ ಸಂಬಂಧಪಟ್ಟು നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നു. ನಿಮ್ಮ ಮುಂದೆ ದೇವರ ಪವಿತ್ರಾತ್ಮರು ತರುವುದನ್ನು ನೋಡಿದೆ. അതാ ഞാൻ കുറച്ച് മുമ്പ് വന്ന് നിങ്ങളോട് ചോദിച്ചത്. ಅದಾಗಿದೆ, ಸ್ವಲ್ಪ ಮುಂಚೆ ನಾನು ಬಂದು ಕೇಳಿದು. റംഷാന ഹൻഡൽ മന, അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചോ? ಅದು ಬೇಡ ಅಂತ ನೀವು ಬಿಟ್ಟಿದ್ದೀರಾ? പേടിച്ചെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൂതിനകത്ത് നിങ്ങളെ കൊണ്ടുവന്നത്. ಅದಾಗಿದೆ, ಈ ಸಂದೇಶದ ಒಳಗೆ ನಿಮ್ಮನ್ನು ತಂದದು. ഈ ഇടയനൊരു ഒരു ഗുണമുണ്ട്. ಈ ಕುರುಬನಿಗೊಂದು ವಿಶೇಷತೆ ಇದೆ. ഒരിക്കലും ഒരു ആപത്തിനകത്ത് ഈ ഇടയൻ കൊണ്ട് ഇടത്തില്ല നിന്നെ. ಯಾವತ್ತೊಂದು ಅಪಘಾತಕ್ಕೆ ಸಿಲುಕಿಸುವುದಿಲ್ಲ ಈ ಕುರುಬನು. ഈ ഇടയൻ ഒരിക്കലും ദോഷകരമായ ഒരു വഴിയിൽ കൊണ്ടുപോയി നിന്നെ നിർത്തത്തില്ല. ಈ ಕುರುಬನು ಹಾನಿಕರವಾದ ದಾರಿಯಲ್ಲಿ ತನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. ഇതാ ആ നല്ല ഇടയൻ നിന്നോട് ദൂതറിയിക്കാൻ അതിനകത്ത് ಒಳ್ಳೆ ಕುರುಬನು ನಿನ್ನಲ್ಲಿ ಆಲೋಚನೆ ಹೇಳುವುದಕ್ಕೋಸ್ಕರ ಕರೆತಿದ್ದಾರೆ. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ಮೊತ್ತ ಮೊದಲ ಬಾರಿಗೆ ಬಂದಿದ್ದೀರಿ ಇಲ್ಲಿ? ಅಲ್ಲ, ഈ ചർച്ചിലുള്ളതാണോ? ಈ ಸಭೆಯಲ್ಲಿರುವವರ? ഇന്ന് ഈ മീറ്റിംഗിന് ആദ്യമായിട്ട് വരിക. ഇന്നലെ ഒന്നും വന്നില്ലല്ലോ. ನಿನ್ನೆ ಬಂದಿದ್ದೀರಾ? ಇಲ್ಲ, ഇന്ന് ഇത് ആദ്യമായിട്ട് വന്നേ. ಇವತ್ತು ಮೊತ್ತ ಮೊದಲ ಬಾರಿಗೆ ಬಂದಿದ್ದೀರಿ. ദൈവം നിന്നെ കൊണ്ടുവന്നത് ഈ ദൂത് കേൾപ്പിക്കാനാ. ದೇವರು ನಿಮ್ಮನ್ನು ಕರೆತಂದದು ಈ ಆಲೋಚನೆ ಕೇಳಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ. ഒരു നല്ല ഇടയനുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കാനാ. ಒಳ್ಳೆಯ ಕುರುಬನ ಕುರಿತಾಗಿ ನಿಮಗೆ ತಿಳಿಸುವುದಕ್ಕಾಗಿ. ഇന്നലെ രാത്രി വെളുപ്പിന് എനിക്ക് തോന്നുന്നു 2:30-3 മണി ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ನಿನ್ನೆ ರಾತ್ರಿ 2:30-3 ಗಂಟೆ ಆ ಹೊತ್ತಿನಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಿರುವ ಸಮಯದಲ್ಲಿ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ನನ್ನೊಂದಿಗೆ ದೇವರ ಪವಿತ್ರಾತ್ಮನು ಹೇಳಿದನು, ഇന്ന് നീ ഇവിടെ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ പറയണം ഒരു നല്ല ഇടയനുണ്ടെന്ന്. ಇಲ್ಲಿ ನೀನು ಹೋಗಿ ಸೇವೆ ಮಾಡುವಾಗ ಹೇಳಬೇಕು, ಒಂದು ಒಳ್ಳೆಯ ಕುರುಬನಿದ್ದಾನೆ ಎಂಬುದಾಗಿ. ആ നല്ല ഇടയന്റെ പേരറിയാവോ സിന്ധു സിസ്റ്ററെ? ಒಳ್ಳೆಯ ಕುರುಬನ ಹೆಸರು ಏನು ಗೊತ್ತಾ ಸಿಸ್ಟರ್? ആ നല്ല ഇടയന്റെ പേരറിയാവോ? ಆ ಒಳ್ಳೆಯ ಕುರುಬನ ಹೆಸರು ಗೊತ್ತಾ? ജീസസ്. അതിങ്ങനെ നാണിച്ച് പറയല്ലേ, ഉറച്ചു വേണം. ജീസസ്, ಯೇಸು. ഇത് ലജ്ജിച്ച് പറയാനുള്ള ഒരു നാമമല്ലത്. ನಾಚಿಕೆಪಟ್ಟು ಹೇಳುವಂತ ವಿಷಯವಲ್ಲ. നമ്മുടെ ലജ്ജയെ മാറ്റിയ നാമമായത്. ನಮ್ಮ ನಾಚಿಕೆಯನ್ನು ಹೋಗಲಾಡಿಸಿದ ನಾಮವಾಗಿದೆ. ആനന്ദത്തിന്റെ പുതപ്പടിയിച്ച നാമമാണിത്. ಕಂಬಳಿಯನ್ನು ಒದಿಸಿದಂತ ನಾಮ. രക്ഷിച്ച നാമമാണിത്. ರಕ್ಷಣೆ ಕೊಟ್ಟ ನಾಮ. ഇതുപോലെ ശ്രേഷ്ഠകരമായ ഒരു നാമം വേറെ ഇല്ലേ ഇല്ല. ಶ್ರೇಷ್ಠವಾದ ನಾಮ ಬೇರೆ ಇಲ್ಲವೇ ಇಲ್ಲ. ഇന്ന് പകൽക്കാലം ഇത് കേൾപ്പിക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ಈ ಒಂದು ಆಲೋಚನೆಯನ್ನು ತಿಳಿಯಪಡಿಸೋದಕ್ಕೋಸ್ಕರವಾಗಿ ಪವಿತ್ರಾತ್ಮನನ್ನು ಕರೆತಂದದ್ದು. ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಿದ್ದೀರಾ? പെട്ടതാണ്. ഒരിക്കലും മടി കാണിക്കരുത്. ಯಾವತ್ತೂ ಭಯಪಡಬಾರದು. കാരണം നീ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക ചെയ്യുന്നത്. ನೀವು ಕ್ರಿಸ್ತನನ್ನು ಧರಿಸಿದ್ದೀರಿ. ഹല്ലേലൂയ. ഭയം വേണ്ട. ಭಯ ಬೇಡ. ഭയം പിശാചിന്റെ പ്രോഡക്റ്റ് ആണ്. ಭಯವು ಸೈತಾನನ ಆಯುಧವಾಗಿದೆ. എന്നാൽ ധൈര്യം പരിശുദ്ധാത്മാവിന്റെ പ്രോഡക്റ്റ് ആണ്. ಆದರೆ ಧೈರ್ಯವು ಪವಿತ್ರಾತ್ಮನಿಂದ ಉಂಟಾಗುವಂತದ್ದಾಗಿದೆ. ഭയം നമ്മളെ ദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകും. ಭಯವು ನಮ್ಮನ್ನು ದಂಡನೆಗೆ ನಡೆಸುತ್ತದೆ. എന്നാൽ ധൈര്യം നമ്മളെ മുൻപോട്ട് ക്രിസ്തുവേശുവിലേക്ക് നയിക്കും. ധൈರ್ಯವು ಕ್ರಿಸ್ತನ ಬಳಿಗೆ ನಮ್ಮನ್ನು ಕೊಂಡೊಯ್ಯುವಂತದ್ದಾಗಿದೆ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. UAE ദുബായ് എന്ന രാജ്യം എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ನಿಮ್ಮ ಮುಂದೆ UAE ದುಬೈ ಎಂಬ ಆ ಹೆಸರನ್ನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. നീ ഭയപ്പെടണ്ട. ನೀವು ಭಯಪಡಬೇಡಿ. നീ ഈ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ಪೌಲ ಹೇಳುವಂತ ಒಂದು ವಾಕ್ಯವಿದೆ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ನಾನು ನಂಬಿರುವವನನ್ನು ಬಲ್ಲೆನು. അവൻ എന്റെ ഉപനിധി. ಅವನು ಕೊನೆಯವರೆಗೆ ನನ್ನನ್ನು ആ ദിവസം വരെ കാക്കാൻ അവൻ ശക്തനാത്രേ. ದಿನದವರೆಗೆ ಕಾಯುವುದಕ್ಕೆ ಶಕ್ತನಾಗಿದ್ದಾನೆ. ഈ വചനം അറിയാവോ? ಈ ವಾಕ್ಯ ಗೊತ್ತಾ? ജീവന്റെ പുസ്തകമാണ്. ಜೀವದ ಪುಸ್ತಕವಾಗಿದೆ. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ, ನಮ್ಮ ಊರಲ್ಲಿ ഇവിടെ ഇല്ല, ಇಲ್ಲಿಲ್ಲ. ഞങ്ങളുടെ നാട്ടിൽ ഈ ബൈബിൾ എന്ത് ചെയ്യുന്നത്, തലക്കീഴി വെച്ചിട്ട് കിടക്കും.
ನಮ್ಮ ಊರಲ್ಲಿ ಈ ಬೈಬಲ್ ಅನ್ನು ತಲೆದಿಂಬಾಗಿ ಇಟ್ಟುಕೊಂಡು ಮಲಗ್ತಾರೆ. കാരണം രാത്രി പ്യായി വന്ന് പിടിക്കാതിരിക്കാൻ. ಯಾಕಂದ್ರೆ ಸೈತಾನ ದೆವ್ವ ಕಾಟ ತಪ್ಪಿಸಲಿಕ್ಕೋಸ್ಕರ. അയ്യോ, അതിനുള്ള പുസ്തകമല്ല ബൈബിള്. ಅಂತ ಪುಸ್ತಕವಲ್ಲ ಸತ್ಯವೇದ. അത് ജീവന്റെ പുസ്തകമാണ്. ಅದು ಜೀವ ಕೊಡುವ ಪುಸ್ತಕವಾಗಿದೆ. അത് ഭക്ഷിച്ചാൽ നിനക്ക് ജീവൻ ഉണ്ടാകും. ಅದು ನಾಶವಾದವರಿಗೆ ಜೀವ ಕೊಡುವಂತದ್ದು. അത് ഭക്ഷിച്ചാൽ നിന്റെ കണ്ണുകൾ പ്രകാശിക്കും. ಅದು ತಿಂದರೆ ಅದನ್ನು ಭುಜಿಸಿದರೆ ಜೀವ ಉಂಟಾಗ್ತದೆ, ಕಣ್ಣಿಗೆ ಕಳೆ ಬರುತ್ತದೆ. അത് ഭക്ഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ തോൽവി ഇല്ലേ ഇല്ല. ಅದನ್ನು ಉಂಡರೆ ಜೀವಿತದಲ್ಲಿ ಸೋಲೆಂಬುದು ಇಲ್ಲವೇ ಇಲ್ಲ. ഇന്ന് ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമം ചൊല്ലി, ಯೇಸುವಿನ ಅಧಿಕಾರವಿರೋ ನಾಮದಲ್ಲಿ കർത്താവേ നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ ಮಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. നീ എന്റെ മുമ്പിൽ തുറക്കപ്പെട്ട, നീ എന്റെ മുമ്പിൽ കാണിച്ച കർത്താവേ ആ ദൂതിന്റെ മുമ്പിൽ നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ದೇವರೇ, ನನ್ನ ಮುಂದೆ ತೆರೆದಂತ ತಿಳಿಯಪಡಿಸಿದ ಆ ಆಲೋಚನೆ ಮುಂದೆ ಇವಳನ್ನು ನಿನ್ನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸುತ್ತೇನೆ. നീ എന്റെ മുമ്പിൽ തുറന്ന ആ പേരിനെ ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ನೀ ನನಗೆ ಪ್ರಕಟಿಸಿಕೊಟ್ಟಂತ ಹೆಸರಿನ ನಾಮದಲ್ಲಿ ಆ ಹೆಸರನ್ನು ನಿನ್ನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. ഞാൻ അനുഗ്രഹിച്ചയക്കുന്നു പിതാവേ. ಆಶೀರ್ವದಿಸಿ ಕಳಿಸ್ತೇನೆ ಕರ್ತನೇ. അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുത വാർത്തകൾ ഉണ്ടാകും. ಅದ್ಭುತ ಸಾಕ್ಷಿಗಳು, ಅದ್ಭುತ ವಾರ್ತೆಗಳು ಉಂಟಾಗಲಿ. അടുത്ത പുതുവഴികൾ തന്റെ മുമ്പിൽ തുറന്നു ಹೊಸ ದಾರಿಗಳು ತನ್ನ ಮುಂದೆ ತೆರೆಯಲ್ಪಡಲಿ. യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. യേശുവിൻ നാമത്തിൽ പിതാവേ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം. ಕರಗಳ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ. ശബ്ദമുയർത്തേ. ശബ്ദമുയർത്തി കരങ്ങളുയർത്തി ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿಕೊಂಡು ആരാധന പവിത്ര ആത്മാ പവിത്ര ആത്മാ കിतना महान യേശു കിतना महान യേശു. ആ ഉറപ്പുണ്ടോ? ಬಾಯಿಗಳು ತೆರೆದು ആ ബലമുണ്ടോ? ಆ ಬಲ ಇದೆಯಾ? എന്റെ ദൈവം എത്ര മഹാനാ. ನನ್ನ ದೇವರು ಎಷ್ಟು ಮಹತ್ತರವುಳ್ಳವನು. എന്റെ യേശു എത്ര മഹാനാ. ನನ್ನ ದೇವರು ಎಷ್ಟು ದೊಡ್ಡವನು. എന്റെ യേശുവിനെ പോലെ വേറൊരു മഹാനായ ദൈവമില്ല. ನನ್ನ ಯೇಸುವಿನ ಹಾಗೆ ಅತ್ಯುನ್ನತ ഉറപ്പുണ്ടെങ്കിൽ വായികൾ തുറന്ന് ശക്തത്തോടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക. ದೇವರನ್ನು ಮಹಿಮೆಪಡಿಸಿರಿ. ആരാധന 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 പവിത്ര ആത്മാ പവിത്ര ആത്മാ കിतना महान യേശു കിतना महान യേശു കിतना महान യേശു കിतना ഈ പാട്ട് പാടുമ്പോ ಈ ಹಾಡನ್ನು ಹಾಡುತ್ತಾ ಇರುವಾಗ നിങ്ങളെ പോലെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചാറ്റ കാണിക്കുകയല്ല ഞങ്ങൾ ചെയ്യാറ്. ನಿಮ್ಮ ಹಾಗೆ ಕುಳಿತುಕೊಂಡು ಹೀಗೆ ಕೈ ಚಾಚುವುದಲ್ಲ ನಾವು ಮಾಡುವುದು. ഞാൻ എന്റെ കർത്താവിനെ കേറി വാരി പുണരും. ನಾನು ನನ್ನ ಕರ್ತನನ್ನು ಅಪ್ಪಿಕೊಳ್ಳುತ್ತೇನೆ. ഞാൻ അവന്റെ മാർവിലോട്ട് ചാരും. ನಾನು ಆತನ ಎದೆಗೆ ಒರಗಿಕೊಳ್ಳುತ್ತೇನೆ. അയ്യോ, ഈ സുഖം ലോകത്തിൽ ഒന്നിനും തരാൻ ಓ, പറ്റത്തില്ല. ಈ ಸುಖವನ್ನು ಲೋಕದಲ್ಲಿ ಯಾರಿಗೂ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഈ സംരക്ഷണം വേറൊരിടത്തും കിട്ടത്തില്ല. ಈ ಸಂರಕ್ಷಣೆ ಬೇರೆ ಎಲ್ಲಿಯೂ ನಿನಗೆ ದೊರಕುವುದಿಲ್ಲ. അയ്യോ, ഈ സമാധാനം വേറൊരിടത്തും കിട്ടത്തില്ല. ಈ ಸಮಾಧಾನ ಬೇರೆ ಎಲ್ಲಿಯೂ ಸಿಗುವುದಿಲ್ಲ. നിന്നെ വിശ്വാസ കണ്ണുകൊണ്ട് കാണ്. നീ കയറി പിടിച്ചിരിക്കുന്നത് യേശുവിനെയാണ്. ನೀನು ಹಿಡಿದಿರುವುದು ನಂಬಿಕೆಯಿಂದ ಯೇಸುವನ್ನಾಗಿದೆ.
നമ്മുടെ പേരെന്താണെന്നറിയാമോ? ನಮ್ಮ ಹೆಸರು ಏನು ಗೊತ್ತಾ? നമ്മുടെ പേര് വിശ്വാസി. ನಮ್ಮ ಹೆಸರು ವಿಶ್ವಾಸಿ. നമ്മളെങ്കിൽ വിശ്വസിക്കണം. ನಾವು ವಿಶ್ವಾಸ ಮಾಡಬೇಕು. എന്താ വിശ്വസിക്കേണ്ടത്? ಏನ್ ನಂಬಬೇಕು? എനിക്കൊരു ഉത്തരവാദിത്തമുള്ള ഒരു നല്ല ഇടയൻ എന്റെ അടുക്കൽ. ನನಗೊಂದು ಜವಾಬ್ದಾರಿ ಇರುವ ಒಳ್ಳೆ ಕುರುಬನು ನನ್ನ ಬಳಿಯಲ್ಲಿದ್ದಾನೆ. ഈ ഇടയന്റെ പ്രത്യേകത, ಈ ಕುರುಬನ ಶ್ರೇಷ್ಠತೆ, ഈ ഇടയൻ ആടുകളെ വിട്ട് ഒരിടത്തും പോകത്തില്ല. ಈ ಕುರುಬನು ಕುರಿಗಳನ್ನು ಬಿಟ್ಟು ಎಲ್ಲಿಗೂ ಹೋಗುವುದಿಲ್ಲ. ഈ ആടുകൾക്ക് എപ്പോഴും കാണാൻ പറ്റും ഈ ഇടയൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ಕುರಿಗಳಿಗೆ ಯಾವಾಗಲೂ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ತನ್ನ ಕುರುಬನು ತನ್ನ ಹತ್ತಿರವಿರುವುದು. ഈ ഇടയൻ ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ ആടുകളെ പരിപാലിക്കണം. ಈ ಕುರುಬನಿಗೆ ಒಂದೇ ಒಂದು ಜವಾಬ್ದಾರಿ, ಈ ಕುರಿಗಳನ್ನು ಪರಿಪಾಲನೆ ಕೊಡಬೇಕು. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആടുകളാണോ ഇതിനകത്ത് നിൽക്കുന്നത്? ಪರಲೋಕದ ದೇವರ ಕುರಿಗಳಾಗಿದ್ದರೆ ಇದರೊಳಗೆ ನಿಂತಿರುವುದು. നിന്നെ വിട്ട് ഈ നല്ല ഇടയനായ യേശു എവിടെ പോകാനാ? ನಿನ್ನನ್ನು ಬಿಟ್ಟು ಒಳ್ಳೆ ಕುರುಬನಾದ ಯೇಸು ಎಲ್ಲಿಗೆ ಅಗಲಿ ಹೋಗುತ್ತಾನೆ? നിന്റെ തൊട്ടടുക്കൽ ഈ യേശു നിപ്പുണ്ട്. ನಿನ್ನ ಬಳಿಯಲ್ಲೇ ಯೇಸು ಇದ್ದಾನೆ. അത് അറിയണമെങ്കിൽ ഈ കണ്ണല്ല, ഈ അകക്കണ്ണൊന്ന് തുറക്കണം. ಅದು ಕಾಣಬೇಕಾದರೆ ಹೊರಗಿನ ಕಣ್ಣಲ್ಲ, ಆಮೇಲೆ ಒಳಗಿನ ಕಣ್ಣು ತೆರೆಯಲ್ಪಡಬೇಕು. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ വാരിക്കെട്ടി അങ്ങ് പിടിക്കും യേശുവിനെ. ಅದು ತೆರೆಯಲ್ಪಟ್ಟ ಮೇಲೆ ನೀವು ಯೇಸುವನ್ನು ಅಪ್ಪಿ ಹಿಡಿಯುತ್ತೀರಾ. പിന്നെ മറ്റൊന്നിന്റെയും പുറകെ പോകത്തില്ല. ಇನ್ನು ಯಾವುದರ ಹಿಂದೆ ನೀವು ಮತ್ತೆ ಹೋಗುವುದಿಲ್ಲ. ഈ യേശുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇല്ല ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല. ಈ ಯೇಸುವನ್ನು ಅಪ್ಪಿಕೊಂಡು ಹೇಳಿರಿ, ಇಲ್ಲ ನಾನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ದೂರವಾಗುವುದಿಲ್ಲ. ഈ ഇടയന്റെ സംരക്ഷണം വിട്ട് ഞാൻ പുറത്തു പോകത്തില്ല. ಈ ಕುರುಬನ ಬಳಿಯಿಂದ ನಾನು ದೂರ ಹೋಗುವುದಿಲ್ಲ. ഞാൻ ഈ ഇടയന്റെ ഓമനയാ ഈ ഇടയന്റെ കൂടെ സഞ്ചരിക്കും. ಈ ಕುರುಬನ ಪ್ರಿಯನಾಗಿ ನಿನ್ನ ಜೊತೆಯಲ್ಲೇ ನಾನು ನಡೆಯುತ್ತೇನೆ. ഇതിനകത്ത് ആ ഇടയനെ അങ്ങനെ വാരി പുണർന്ന് പിടിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇതിനകത്ത് ಆ ಕುರುಬನನ್ನು ಹಾಗೆ ಅಪ್ಪಿಕೊಳ್ಳಿಕ್ಕೆ ಎಷ್ಟು ಮಂದಿ ಸಿದ್ಧರಿದ್ದೀರಾ? അങ്ങനെയെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ധൈര്യം, അസാധാരണമായ ദൈവ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ಹೇಳುತ್ತಾ ಇರುವಾಗಲೇ ಅಸಾಧಾರಣವಾದ ಧೈರ್ಯವು, ಅಸಾಧಾರಣ ದೇವ ಸಾನ್ನಿಧ್ಯವು ತುಂಬಲ್ಪಡ್ತಾ ಇದೆ. ഈ സമയത്ത് പിടിച്ചോ, ಈ ಸಮಯದಲ್ಲಿ ಹಿಡ್ಕೊಳ್ಳಿರಿ. അതിശക്തമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നു. ಶಕ್ತವಾದಂತ ದೇವರ ಸಾನ್ನಿಧ್ಯ ಆವರಿಸಲ್ಪಟ್ಟಿದೆ. യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സൗരഭ്യം ഇതിനകത്ത് നിറയപ്പെട്ടിരിക്കുന്നു. ಸಾನ್ನಿಧ್ಯ, ಯೇಸುವಿನ ಪರಿಮಳವು ಇದರಲ್ಲಿ ಬೀರುತ್ತಾ ಇದೆ. ചിലർ അറിയുന്നുണ്ട്, ಅರ್ಥ ಮಾಡ್ತಾ ಇದ್ದೀರಿ, ಅರ್ಥ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೀರಿ, ಕೆಲವರು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಿ. ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു അസാധാരണ ധൈര്യം നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ಒಳಗಿರುವವರಲ್ಲಿ ಅಸಾಧಾರಣ ಧೈರ್ಯವು ನಿಮ್ಮಲ್ಲಿ ഒരു വലിയ ತುಂಬಿಕೊಳ್ಳುತ್ತಾ ಇದೆ. ബലം, എന്തോ ഒരു വലിയ ബലം നിങ്ങൾക്ക്, എന്തോ ഒരു അസാധാരണമായ ഒരു ബലം നിങ്ങൾ വ്യാപരിക്കാൻ നിങ്ങൾ അറിയുന്നില്ല. ಒಂದು ಅಸಾಧಾರಣವಾದಂತ ಬಲವನ್ನು ನೀವು ಪಡೆದುಕೊಳ್ಳೋದನ್ನು ನೀವು ಅನುಭವಿಸ್ತಾ ಇಲ್ವಾ? നിങ്ങൾ തിരിച്ചറിഞ്ഞോ, നിങ്ങളുടെ അടുക്കൽ യേശു നിപ്പുണ്ട്. ನೀವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿ, ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಯೇಸು ಇದ್ದಾನೆ. ആ നല്ല ഇടയൻ നിന്റെ അടുക്കൽ നിപ്പുണ്ട്. ಆ ಒಳ್ಳೆ ಕುರುಬನು ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಇದ್ದಾನೆ. നീ അവനെ വിട്ട് മാറി പോകുമ്പോഴും അവൻ പറയും, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ അടുക്കലുണ്ട്, ഞാൻ നിന്നെ വിട്ട് മാറി പോകാം. ನೀನು ಅವನನ್ನು ಬಿಟ್ಟು ದೂರ ಹೋಗುವಾಗ ಅವರು ಹೇಳುತ್ತಾನೆ, ಇಲ್ಲಿ ಬಾ, ನಾನು ನಿನ್ನ ಹತ್ತಿರ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ. അയ്യോ, കഴിഞ്ഞ പവർ കോൺഫറൻസിൽ യേശുവിന്റെ കൂടെ നിന്നിട്ട് ഈ ഹീലിംഗ്
ഹീലിംഗ് കോൺഫറൻസ് വന്ന പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് വന്നപ്പോ മാറി നിന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധ പറയുക, നീ എന്നെ വിട്ടു പോയെങ്കിലും ഞാൻ നിന്നെ വിട്ടു പോയിട്ടില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ಕಳೆದ ಪವರ್ ಕಾನ್ಫರೆನ್ಸ್ ಅಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಹತ್ತಿರದಲ್ಲಿ ಸಮೀಪದಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಅನುಭವಿಸಿದವರು ಈ ಹೀಲಿಂಗ್ ಶಾಲೆಯಲ್ಲಿ ಆಮೇಲೆ ನೀವು ದೂರವಾಗಿರುವಾಗ ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಈಗ ನಾನು ನಿನ್ನ ಬಳಿಯಲ್ಲಿದ್ದೇನೆ, ಹತ್ತಿರವಿದ್ದೇನೆ, ನೀನು ನನ್ನ ಸಮೀಪಕ್ಕೆ ಬಾ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടിട്ട് പുറകോട്ട് കാലുവെച്ചവരോട് വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു നിന്നെ വിട്ട് മാറിപ്പോയിട്ടില്ല. ಜೀವನದ ಪ್ರತಿಕೂಲಗಳನ್ನು ಎದುರಿಸಿ ಸವಾಲುಗಳನ್ನು ಎದುರಿಸ್ತಾ ಇಂಥವರಿಗೆ ದೇವರ ಆತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ದೂರ ಹೋಗಲಿಲ್ಲ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದೇನೆ, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ട് കളയത്തില്ല, ನಾನು ನಿನ್ನನ್ನು ಒಂಟಿಯಾಗಿ ಬಿಟ್ಟು ಬಿಡುವುದಿಲ್ಲ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ನಾನು ನಿನ್ನನ್ನು ಬಿಡುವುದಿಲ್ಲ, ഞാൻ നിന്നെ കൈവിടത്തില്ല, ನಾನು ನಿನ್ನನ್ನು ಕೈ ಬಿಡುವುದಿಲ್ಲ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിട്ടുകളയത്തില്ല. ನಾನು ನಿನ್ನನ್ನು ಅನಾಥರಾಗಿ ಕೈ ಬಿಡುವ ದೇವರಲ್ಲ. ഏത് സിറ്റുവേഷനിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ಯಾವ ಸನ್ನಿವೇಶದಲ್ಲಿಯೂ ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದೇನೆ. ഇന്ന് പകൽക്കാലം ഒറ്റയ്ക്കാണ്, ഞാൻ ഏകനായി പോയി, അയ്യോ ഞാൻ മാറിപ്പോയി, നിർത്ത എന്നിട്ട് പറ, എന്റെ കൂടെ യേശു ഉണ്ട്. ಈ ಆಗಲು ನಾನು ಒಂಟಿಯಾಗಿದ್ದೇನೆ, ನನಗೆ ಯಾರು ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವವರು ಇವತ್ತು ಹೇಳಿರಿ, ಯೇಸು ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. ഈ നല്ല ഇടയൻ കൂടെ ഉണ്ടെങ്കിൽ ಈ ಒಳ್ಳೆ ಕುರುಬನ ಜೊತೆಯಲ್ಲಿದ್ದಾರೆ, ഒരു ചെന്നായിക്കും നിന്റെ അടുക്കൽ വരാൻ കഴിയും. ಯಾವ ತೋಳಕ್ಕೂ ನಿನ್ನ ಹತ್ತಿರಕ್ಕೆ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പഴയ നിയമ ഭക്തൻ പാടി, ಹಳೆ ಉಡಂಬಡಿಕೆ ಭಕ್ತನು ಹಾಡಿದನು, കൂരിലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും, ಕಾರ್ಗತ್ತಲೆ ಕಣಿವೆಯಲ್ಲಿ ನಡೆಯುವಾಗಲೂ എന്ന് പറഞ്ഞാൽ ഒരു കൂരിട്ടുണ്ട്. ಎಂತ ಹೇಳಿದರೆ ಒಂದು ಕಾರ್ಗತ್ತಲೆ ಇದೆ. പഴയ നിയമ ഭക്തന് പറയാൻ ഒരു കാര്യമുണ്ട്, എനിക്ക് പലപ്പോഴും കണ്ണു കാണാത്ത സമയമുണ്ട്. ಹಳೆಯ ಒಡಂಬಡಿಕೆ ಭಕ್ತನಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅನೇಕ ಸಾರಿ ನಾನು ಕಣ್ಣು ಕಾಣದವನಾಗಿ ಕತ್ತಲೆಯಲ್ಲಿ ಇದ್ದೇನೆ. പഴയ നിയമ ഭക്തന് പറയാനൊരു കാരണമുണ്ട്, പലപ്പോഴും ഭയപ്പെടാനുള്ള ഒരു ഏരിയ എനിക്കുണ്ട്. ಹಳೆ ಉಡಂಬ ಭಕ್ತನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅನೇಕ ಸಾರಿ ಭಯ ಹುಟ್ಟಿಸುವಂತ ಆ ಸ್ಥಳವು ನನಗಿದೆ. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നല്ല ഇടയനായ യേശു ഒരു കാര്യം പറഞ്ഞു. ಆದರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಆ ಕರ್ತನು ಇವತ್ತು ನಮಗೆ ಒಂದು ಸತ್ಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾನೆ. അത് വായിച്ച് നമ്മൾ നൃത്തം ചെയ്യാൻ പോവാണ്. ಅದು ಓದಿ ನಾವು ಕುಣಿದಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತೇವೆ. ആ നല്ല ഇടയൻ ഒരു കാര്യം പറഞ്ഞു. ಆ ಒಳ್ಳೆ ಕುರುಬನ ಒಂದು ಸಂಗತಿ ಹೇಳ್ತಾನೆ. റംഥാല ശബല ഹദലമന ഝാലബന്ധന. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, ಯೋಹನ್ನ ಸುವಾರ್ತೆ 12ನೇ ಅಧ್ಯಾಯ, അതിന്റെ 46-ാമത്തെ വാക്യം. ಅದರ 46ನೇ ವಾಕ್ಯವನ್ನು, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, ಯೋಹನ್ನ ಸುವಾರ್ತೆ 12ನೇ ಅಧ್ಯಾಯದ 46ನೇ ವಾಕ್ಯ. ನನ್ನ ನಂಬುವ ಒಬ್ಬನಾದರೂ ಕತ್ತಲಲ್ಲಿ ಇರಬಾರದೆಂದು ನಾನು ಬೆಳಕಾಗಿ ಲೋಕಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ഇവിടെ പറയുക, ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, എന്നിൽ വിശ്വസിക്കുന്നവൻ, ನನ್ನ ನಂಬುವವನು ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ಯಾರು ಕತ್ತಲಲ್ಲಿ ವಾಸಿಸದೆ ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു. ನಾನು ಬೆಳಕಾಗಿ ಲೋಕಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു, ಇನ್ನೊಂದ್ಸಾರಿ ಓದ್ತೇನೆ. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ನನ್ನ ನಂಬುವ ಒಬ್ಬನಾದರೂ ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ಕತ್ತಲಲ್ಲಿ ಇರಬಾರದೆಂದು ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ಬೆಳಕಾಗಿ ಲೋಕಕ್ಕೆ ಬಂದಿದ್ದೇನೆ. പഴയ നിയമ ഭക്തന്, ಹಳೆ ಒಡಂಬಡಿಕೆಯ ಭಕ್ತನಿಗೆ അവന്റെ കണ്ണിൽ കൂരിട്ട് കാണും. ಆತರ ಕಣ್ಣಲ್ಲಿ ಕಾರ್ಗತ್ತಲೆ ಉಂಟಾಯಿತು. എന്നാ പുതിയ നിയമ ഭക്തന് പറയാൻ ഒരു കാര്യമുണ്ട്. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಭಕ್ತನಿಗೆ ಹೇಳಲಿಕ್ಕೆ ಒಂದು ಸಾಧ್ಯತೆ ಇದೆ. ഇതാ വെളിച്ചമായ ഒരുവൻ എന്റെ കൂടെ നിൽക്കുക. ಬೆಳಕಾಗಿರುವ ಒಬ್ಬಾತನು ನನ್ನ ಬಳಿಯಲ್ಲಿದ್ದಾನೆ. നീ ഇപ്പോൾ വെളിച്ചം വെച്ചിട്ട് എവിടെ ചെന്ന് നോക്കിയാലും കൂരിട്ടിനെ കാണാൻ പറ്റത്തില്ല. ನೀನು ಬೆಳಕಾಗಿರದ ಎಲ್ಲಿ ನೋಡಿದರೂ ನಿನಗೆ ಕಾರ್ಗತ್ತಲೆ ಎಂಬುದು ಇಲ್ಲ. വെളിച്ചമുള്ളിടത്ത് കൂരിട്ടിന് നിൽക്കാൻ കഴിയത്തില്ല. ಬೆಳಕಿರುವಲ್ಲಿ ಕಾರ್ಗತ್ತಲೆಗೆ ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ಎಷ್ಟು ಮಂದಿಗೆ ಅರ್ಥವಾಗ್ತದೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പഴയ നിയമ ഭക്തന് പറയാൻ ഒരു കൂരിലുണ്ട്, ಹಳೆ ಒಡಂಬಡಿಕೆ ಭಕ್ತನಿಗೆ ಹೇಳಲಿಕ್ಕೆ ಒಂದು ಕಾರ್ಗತ್ತಲೆ ಇದೆ. എന്നാൽ പുതിയ നിയമ ഭക്തന് പറയാൻ ഒരു കൂരിട്ടില്ല. ಹೊಸ ಒಡಂಬಡಿಕೆ ಭಕ್ತನಿಗೆ ಹೇಳಲಿಕ್ಕೆ ಒಂದು ಕಾರ್ಗತ್ತಲೆ ಇಲ್ಲ. കാരണം എന്നാ? ಕಾರಣವೇನು ಗೊತ್ತಾ? ഭക്തന്റെ കൂടെ യേശു കയറി നിൽക്കുക. ಆ ಭಕ್ತನ ಜೊತೆಯಲ್ಲಿ ಯೇಸು ನಿಂತಿದ್ದಾನೆ. ആ ഭക്തന്റെ കൂടെ വെളിച്ചമായി യേശു കയറി ಆ നിൽക്കുക. ಭಕ್ತನ ಜೊತೆ ಬೆಳಕಾಗಿರುವ ಯೇಸು ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. ഇപ്പോൾ യേശുവും ಈಗ ಯೇಸುವು ഞാനും ನಾನು ഒരുമിച്ച് നടക്കുക. ಒಟ್ಟಿಗೆ ನಡೀತಾ ಇದ್ದೇವೆ. ഞാൻ എവിടെ ചെന്നാലും യേശു എന്റെ കൂടെ ഉണ്ട്. ನಾನು ಎಲ್ಲಿ ಹೋದರೂ ಯೇಸು ನನ್ನ ಜೊತೆಯಲ್ಲಿರ್ತಾನೆ. യേശു വെളിച്ചമായി നിൽക്കുന്നത് കൊണ്ട് ಯೇಸು ಬೆಳಕಾಗಿ ನಿಲ್ಲುವುದರಿಂದ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ನಾನು ಮಾಡುವುದೆಲ್ಲ വെളിച്ചമാണ് കാണുന്നത്. ಬೆಳಕಾಗಿ ಕಾಣುತ್ತೇನೆ. ഇരുൾ ഒട്ടും കാണാനില്ല. ಕತ್ತಲೆ ಸ್ವಲ್ಪವೂ ಇಲ್ಲ. അയ്യോ പഴയ നിയമ ഭക്തന് ಅಯ್ಯೋ ಹಳೆ ಒಡಂಬಡಿಕೆ ಭಕ್ತನಿಗೆ ഇരുട്ട് കണ്ട് പേടിച്ച് നിൽക്കുമ്പോ ಕಾರ್ಗತ್ತಲೆ ನೋಡಿ ಭಯಪಟ್ಟು ನಿಲ್ಲುವಾಗ ഇതാ 2023 2023 യേശുവിന്റെ ಯೇಸುವಿನ
ಕೂಡಿನ മക്കളോട് പരിശുദ്ധാത്മാവിന് പറയാനൊരു ദൂതുണ്ട്. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಹೇಳಲಿಕ್ಕೆ ಒಂದು ಸಂದೇಶವಿದೆ. നിന്റെ കണ്ണിൽ ഇരുട്ട് കാണത്തില്ല, ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ಕತ್ತಲೆ ಕಾಣುವುದಿಲ್ಲ, നിന്റെ കണ്ണിൽ ഭയം കാണത്തില്ല, ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ಭಯ ಕಾಣುವುದಿಲ್ಲ, നിനക്ക് പേടിക്കാനൊരു വകയില്ല, ಭಯಪಡುವ ಯಾವ ಕಾರಣಗಳಿಲ್ಲ, നിനക്ക് പിന്മാറി നിൽക്കാനൊരു വകയില്ല. ಹಿಂಜಾರು ಹೋಗೋದಕ್ಕೆ ಯಾವ ಕಾರಣವಿಲ್ಲ. കാരണം നിന്റെ ഇരുട്ടിനെ പ്രകാശമാക്കാൻ യേശു നിന്റെ കൂടെയുണ്ട്. ನಿನ್ನ ಕತ್ತಲೆಯನ್ನು ಬೆಳಕಾಗಿ ಮಾಡುವುದಕ್ಕೆ ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾರೆ. ഇതാ യേശുവിന്റെ ജനനത്തിങ്കൽ, ಯೇಸುವಿನ ಜನನದಲ್ಲಿ ദൂതൻ എന്ന് പറയുകയാണ്, ದೂತರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ಆತನಿಗೆ ಇಮ್ಮಾನುವೇಲ್ ಎಂದು ಹೆಸರಿಡಬೇಕು. എന്തിനാ ഇമ്മാനുവേൽ എന്ന് പേരിടേണ്ടത്? ಯಾಕೆ ಆತನಿಗೆ ಇಮ್ಮಾನುವೇಲ್ ಎಂದು ಹೆಸರಿಸಬೇಕು? ഇതാ ദൈവം നമ്മോട് കൂടെ എന്ന്. ದೇವರು ನಮ್ಮ ಸಂಗಡ ಎಂಬ ಹಾಗೆ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാൻ നിനക്ക് എന്ത് കാര്യം? ದೇವರು ನಿನ್ನ ಸಂಗಡ ಇದ್ದರೆ ಭಯಕ್ಕೆ ಎಲ್ಲಿ ಕಾರ್ಯ? ഏത് വിഷയത്തിന് നിന്നെ മുക്കിക്കളയാൻ കഴിയും? ಯಾವ ವಿಷಯಕ್ಕೆ ನಿನಗೆ ಮುಳುಗಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ? ഏത് വിഷയത്തിന് നിന്നെ തകർത്ത് കളയാൻ കഴിയും? ಯಾವ ವಿಷಯ ನಿನ್ನ ಒಡೆದು ಹಾಕಲಿಕ್ಕೆ നിനക്ക് ಸಾಧ್ಯ? എങ്ങനെ പിന്മാറി നിൽക്കാൻ കഴിയും? ಹಿಂಜಾರಿ ಹೋಗೋದಕ್ಕೆ ಯಾಕೆ ಸಾಧ್ಯ? ചർച്ച്, സഭയെ ಸಭೆಯೇ റെഡി ആയിക്കോ. ಸಿದ್ಧನಾಗು. ഈ വെളിപ്പാട് നിന്റെ കണ്ണിനകത്ത് കയറി കഴിഞ്ഞാൽ, ಈ ಪ್ರಕಟಣೆ ನಿನ್ನ ಒಳಗೆ ಹತ್ತಿದರೆ, യേശു നിന്റെ കൂടെ സർവ്വസമയം ഉണ്ടെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಯಾವಾಗಲೂ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಅರ್ಥ യേശു ಮಾಡಿಕೊಂಡರೆ, നിന്റെ ഉള്ളിലുണ്ടെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ಯೇಸು ನಿನ್ನ ಒಳಗೆ ವಾಸ ಮಾಡುತ್ತಾನೆ ಎಂಬುದಾಗಿ ತಿಳಿದರೆ, പിന്നെ നിനക്ക് ഭയപ്പെട്ട് നിൽക്കാൻ യാതൊരു വകയുമില്ല. ಮತ್ತೆ ಭಯಪಟ್ಟು ನಿಲ್ಲುವ ಯಾವ ಕಾರಣಗಳಿಲ್ಲ. പിന്നെ നീ നോക്കിയാൽ ഭയത്തെ കാണത്തില്ല, ನೀನು ನೋಡುವಾಗ ಭಯ ನಿನ್ನ ಕಾಣುವುದಿಲ್ಲ, പിന്നെ നീ നോക്കിയാൽ ഇരുട്ടിനെ കാണത്തില്ല. ಮತ್ತೆ ನೀನು ಕಾಣುವಾಗ ಕಾರ್ಗತ್ತಲೆ ഈ ಕಾಣುವುದಿಲ್ಲ. വചനം ഇതിനകത്ത് ജീവനോടെ ജീവന്റെ ശക്തിയാ ചെറുമേൽ ഇടിച്ചിറങ്ങുന്നുണ്ടല്ലോ. ಈ ವಚನವು ದೇವರ ವಾಕ್ಯವು ಜೀವವಾಗಿ ಕೆಲವರ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ചിലരുടെ ജീവിതത്തെ ഇത് രണ്ടായി തിരിക്കുകയാണ്. ಕೆಲವರ ಜೀವಿತವನ್ನು ಎರಡಾಗಿ ವಿಭಾಗಿಸ್ತಾ ಇದೆ. ഈ ചിലരുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ തിരിവുകൾ കൊണ്ടുവരുന്നു. ಕೆಲವರ ಜೀವಿತದಲ್ಲಿ ಎರಡು ತಾವೇ ತಿರುವಿಕೆಯನ್ನು ತರ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ തിരിവുകളെ കൊണ്ടുവരുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ತಿರುವಿಕೆಯನ್ನು ತರ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ തിരിവുകളെ കൊണ്ടുവരുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ತಿರುವಿಕೆಯನ್ನು കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ಕರಗಳ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ വലിയ ಸಲ್ಲಿಸು. തിരിവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ತಿರುವಿಕೆಗಳು ಪವಿತ್ರಾತ್ಮನು ತರ್ತಾ ಇದ್ದಾನೆ. വലിയ തിരിവുകളെ കൊണ്ടുവരുന്നു. ದೊಡ್ಡ ತಿರುವಿಕೆಗಳು ತರ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ തിരിവുകളെ കൊണ്ടുവരുന്നു. ದೇವರ ಪವಿತ್ರಾತ್ಮನು ದೊಡ್ಡ ತಿರುವಿಕೆಗಳು ತರ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ പരിശുദ്ധ വലിയ തിരിവുകളെ കൊണ്ടുവരുന്നു. ഭയപ്പെടാൻ വകയില്ല, ഭയപ്പെടാൻ വകയില്ല, ಭಯಪಡುವ ಯಾವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഇതാ മാറി നിൽക്കാൻ വകയില്ല, ಬೇರೆ ಹೋಗುವುದಕ್ಕೆ ಬೇರೆ ನಿಲ್ಲುವುದಕ್ಕೆ പിന്മാറി നിൽക്കാൻ നിനക്ക് ചാൻസേ ഇല്ല. ಹಿಂಜಾರುವುದಕ್ಕೆ ಅವಕಾಶವೇ ಇಲ್ಲ. കാരണം ഒരു ഇടയൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ಒಳ್ಳೆ ಕುರುಬನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ആ ഇടയൻ നിന്നെ വിട്ട് മാറുന്നില്ല. ಆ ಕುರುಬನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ആ ಅಗಲುವುದಿಲ್ಲ. ഇടയൻ നിന്നെ വിട്ട് മാറി നിൽക്കത്തില്ല. ಆ ಕುರುಬನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಅಗಲಿ ನಿಲ್ಲುವುದಿಲ್ಲ. എപ്പോഴും നിന്റെ പേര് പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. ಯಾವಾಗಲೂ ಹೆಸರು ಹೇಳಿ ನಿನ್ನ ಜೊತೆಯಲ್ಲಿರುವ ಒಳ್ಳೆ ഒരു അസാധാരണ ധൈര്യം ഇപ്പോൾ നിനക്കുണ്ടാകട്ടെ. ಸಾಧಾರಣ ಒಂದು ಧೈರ್ಯವನ್ನು ನಿನ್ನಲ್ಲಿ ಹಸ್ತಾಂತರಿಸಿ നിന്റെ കാലുകൾക്ക് ഇനി പിന്മാറ്റം പാടില്ല. ಇನ್ನು ಯಾವತ್ತೂ ಹಿಂಜಾರುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നീ യേശുവിനെ വിട്ട് മാറി നിൽക്കരുത്. ಯೇಸುವಿಗಾಗಿ ಆಮೇಲೆ ಅಗಲಿ ನಿಲ್ಲಬಾರದು. അത് കർത്താവിന്റെ ഹൃദയത്തിന് വേദനയാണ്. ಅದು ಕರ್ತನ ಹೃದಯದಲ್ಲಿ ಬೇಸರವಾಗಿದೆ. ഇതാ വലിയ തിരിവുകൾ, വലിയ തിരിവുകൾ ചെയ്യുന്നതാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಶೀರ್ವದಿಸ್ತೇನೆ. കത്തട്ടെ, കത്തട്ടെ, ആരും നോക്കരുത്. യേശു ആ പിടിക്കണ്ട മാറിയേക്ക്, യേശുവെ എന്ന് വിളിക്ക. ಕೊಲ್ಬೇಡಿ. അങ്ങനെ കാണിക്കുന്ന എല്ലാം കാണിക്കട്ടെ. നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ಅದರ ಹಿಂದೆ ನೀವು ಯಾರು ಹೋಗಬೇಡಿ. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാനേ പോകരുത്. നിങ്ങൾ യേശുവേ എന്ന് വിളിക്ക, യേശുവേ എന്ന് വിളിക്ക. ಯೇಸುವೇ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. അതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ಯೇಸುವೇ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ಯಾವೇ ಅದ್ಭುತಗಳು ಸಂಭವಿಸ್ತಾ നിങ്ങളുടെ ಇದೆ. കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡെലിവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಅದ್ಭುತಗಳು ಸಂಭವಿಸ್ತಾ ಇದೆ. ഡെലിവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಏನೋ ಸಂಭವಿಸ್ತಾ ಇದೆ. ഈ കാലുകളുടെ മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുക. ಈ ಕಾಲುಗಳಲ್ಲಿ ದೇವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ആ, ಇದೆ. റാഠ, നിന്നെ കെട്ടിക്കളഞ്ഞെടുത്ത്, നിന്നെ കെട്ടിക്കളഞ്ഞെടുത്ത്, ಯೇಸುವಿನ നിന്റെ കാലുകളെ ബന്ധിച്ചു കളഞ്ഞെടുത്ത്, നിന്റെ കാലുകളെ ബന്ധിച്ചു കളഞ്ഞെടുത്ത് ಕಾಲನ್ನು ಬಂಧಿಸಿದ ಸ್ಥಳದಲ್ಲಿ ഒരു നല്ല ഇടയൻ, ಎಲ್ಲ ಬಂಧನಗಳನ್ನು ഒരു നല്ല ഇടയൻ, ಒಂದು ಒಳ್ಳೆಯ ಕುರುಬನು, ഒരു നല്ല ഇടയൻ, ഒരു നല്ല ഇടയൻ, ಒಂದು ಒಳ್ಳೆಯ ಕುರುಬನು ദാ വീണ്ടും തിരിച്ചെടുക്കുന്ന കാഴ്ച എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധ കാണിക്കുന്നു. ಸ್ಥಾಪಿಸಲು ದೇವರಾತ್ಮರು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. നിന്നെ വിട്ടുകളയാത്ത, നിന്നെ വിട്ടുകളയാത്ത, നിന്നെ ഉപേക്ഷിക്കാത്ത,
ഇതാ നീ മാറിപ്പോയാലും നിന്നെ വിട്ടു മാറാത്ത ನೀನು ಅಗಲಿ ಹೋದರೂ ನಿನ್ನನ್ನು ಅಗಲದಂತ ഒരു ഇടയൻ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ಕುರುಬ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ದೇವರ ಕರಣಿನ ಮೇಲೆ ആ ಚಲಿಸ್ತಾ ಇದೆ. നല്ല ഇടയൻ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ಆ ಒಳ್ಳೆಯ ಕುರುಬನ ಸಾನ್ನಿಧ್ಯ തൊട്ടുകൊണ്ടിരിക്കുന്നു. ಅದು ನಿನ್ನ ಬರ್ತಾ ಇದೆ. ഇപ്പോൾ നിന്റെ ഉദരത്തിന്റെ മേൽ തീ കത്തിക്കൊണ്ടിരിക്കുക. ಈಗ ನಿನ್ನ ಹೊಟ್ಟೆಯೊಳಗೆ ಆ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ഞാനൊരു കാഴ്ച കാണുന്നു. ನಾನೊಂದು ದೃಶ್ಯವನ್ನು ನೋಡ್ತಾ ಇದ್ದೇನೆ. നിന്റെ വയറിനകത്തൊരു തീ കത്തുന്നു. ನಿನ್ನ ಬೆಂಕಿ ಹೊಟ್ಟೆಯೊಳಗಿನ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ഇപ്പോൾ ഒരു തീ നിന്റെ വയറിനകത്ത് കത്തുന്നു. ಈಗ ನಿನ್ನ ಆ ಬೆಂಕಿಯು ಹೊಟ್ಟೆಯಲ್ಲಿ ಉರಿಯುತ್ತಾ ಇದೆ. ഇത് നാളുകളായി നിന്നെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ಉರಿಯುತ್ತಾ ಇದೆ. നാളുകളായി നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ಕೆಲವು ಕಾಲಗಳಿಂದ ಭಯ ಹುಟ್ಟಿಸ್ತಾ ಇರುವಂತ ഇതാ നിന്റെ മേൽ ನಿನ್ನ ಮೇಲೆ അതിന്റെ വാഴ്ച തേർവാഴ്ച അവസാനിക്കുകയാണ്. ಅದರ ಒಂದು ಆಳ್ವಿಕೆಗಳು ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ദൈവദാസി, ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാൾ, ಸೇವೆಯಲ್ಲಿ ನಿಲ್ಲುವಂತ ಒಬ್ಬ ಸೇವಕಿ, ശുശ്രൂഷയിൽ നിൽക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ಸೇವೆಯಲ್ಲಿ ನಿಲ್ಲುವಂತ ധൈര്യമുള്ള ശുശ്രൂഷയിൽ നിൽക്കുന്ന ആരെങ്കിലും? എനിവൺ? ಸೇವೆಯಲ್ಲಿ ನಿಲ್ಲುವಂತ ಸೇವಕಿ കൈവക്ക്. തലയിലും വയറിലുമായിട്ട് കൈവെക്കണം. ತಲೆಯಲ್ಲಿ ಮತ್ತು ಹೊಟ್ಟೆ ಭಾಗದಲ್ಲಿ ಕೈ ಇಡ್ರಿ. ഞാനൊരു കാഴ്ച എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നിരിക്കുന്നു. ಅಂತ ಒಂದು ದೃಶ್ಯವನ್ನು ದೇವರ ಪವಿತ್ರಾತ್ಮರು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ഇതാ വീർത്തിരിക്കുന്ന നിന്റെ വയറിന്റെ മേൽ, ಆ ಉಬ್ಬಿಕೊಂಡಿರುವಂತ ಹೊಟ್ಟೆಯ ಮೇಲೆ ആ തലയിൽ കൂടെ കൈവച്ചോ ആന്റി. ತಲೆ ಮೇಲೆ ಕೂಡ ಕೈ ಇಡಿ. ധൈര്യമായിട്ട് പറഞ്ഞോ, ഒരു തീ ഇപ്പോ കത്തിക്കൊണ്ടിരിക്കുന്നു. ಒಂದು ಬೆಂಕಿಯು ಅವರಲ್ಲಿ ಉರಿಯುತ್ತಾ ಇದೆ. അത് അഴിയുക, അത് അഴിയുക, അത് അഴിയുക. ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ, ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ, അത് അഴിയുക, ಅದು ಬಿಚ್ಚುತ್ತಾ ಇದೆ. ഇതാ ഇത് ഹീലിംഗ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ದೊಡ್ಡ ಸ್ವಸ್ಥತೆಯು ನಡೆಯುತ್ತಾ ಇದೆ. നീ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്, നീ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്, ನೀನು ಇಲ್ಲಿ ಬಂದು ಹತ್ತದ್ದು, നീ ഇവിടെ വന്നിരുന്ന ദൈവത്തോട് നിലവിളിച്ചത്, ನೀನು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಭಿನ್ನವಿಸಿದು, ആ നല്ല ഇടയൻ നിന്റെ അടുക്കൽ കേട്ടുകൊണ്ടാ നിന്നത്. ಆ ಶಬ್ದವನ್ನು ಕೇಳುತ್ತಾ ಬಂದಿದಿ. ഇതാ നിന്റെ മേൽ അതേ ശക്തമായ ദൈവകരം ചലിച്ചുകൊണ്ടിരിക്കുക. ನಿನ್ನ ಮೇಲೆ ಆ ಶಕ್ತವಾದ ದೇವರ ಕರವು ಚಲಿಸ್ತಾ ಇದೆ. നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വിഷയം ഇപ്പോൾ നിന്നെ വിട്ട് മാറുകയാണ്. ನಿನ್ನನ್ನು ಭಯ ಹುಟ್ಟಿಸ್ತಾ ಇದ್ದಂತ ವಿಷಯವು ನಿನ್ನನ್ನು ಬಿಟ್ಟು അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ಅಧಿಕಾರವಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ, അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ಅಧಿಕಾರವಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ, അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ಅಧಿಕಾರವಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ പറഞ്ഞ ನಾಮದಲ್ಲಿ, അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ಅಧಿಕಾರವಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ. ആന്റി പറഞ്ഞോ, യേശുവിന്റെ നാമം തന്നെ പറയാ. ಆಂಟಿ ಹೇಳಿರಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമം തന്നെ പറയാ. ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿರಿ. ആ നാമത്തിന്റെ മഹത്വം ഇറങ്ങുക. ಆ ನಾಮದ ಮಹಿಮೆಯು, ആ ഇടയന്റെ കരം ഇതിനകത്ത് ചലിക്കുക. ಆ ಕುರುಬನ ಕರವು ഇതാ ಚಲಿಸ್ತಾ ಇದೆ. 99നെയും, ಯೇಸುವಿನ, ഇതാ 99നെയും, ഇതാ 99നെയും, ഇതാ 99നെയും, ಈಗ 99 ഇതാ ഒരു സേഫായ പ്ലേസിൽ വിട്ടിട്ട്, ಒಂದು ಸುರಕ್ಷಿತ ಸ್ಥಳದಲ್ಲಿ ಬಿಟ್ಟು, ഇതാ കാണാതെ പോയ ഒന്നിനെ തേടി ഒരു നല്ല ഇടയൻ ഈ ബഥേലിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ಕಾಣದೆ ಹೋದಂತ ಒಂದನ್ನು ಹುಡುಕಿಕೊಂಡು ಈ ಬೆಥೇಲ್ನ ಒಳಗೆ ಆತನು ಬಂದಿದ್ದಾನೆ. ഇതിനകത്ത് ആ നല്ല ഇടയൻ ഇറങ്ങി നിൽക്കുന്നു. ಇದರ ಒಳಗೆ ಆ ಒಳ್ಳೆಯ ಕುರುಬನ ಬಂದಿದ್ದಾನೆ. ആ ഇടയൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ಆ ಕುರುಬನ ಇಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. ഇതാ പുറം കണ്ണുകൊണ്ട് നോക്കിയാൽ ആ ഇടയനെ കാണാൻ കഴിയത്തില്ല. ಆತನು ನೋಡಿದರೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇവിടെ കണ്ടോ, പൈശാചിക മണ്ഡലങ്ങൾ ആ ഇടയനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ಆ ಪೈಶಾಚಿಕ ಮಂಟನಗಳು ಆ ಕುರುಬನನ್ನು ನೋಡಿದೆ. പൈശാചിക മണ്ഡലങ്ങൾ ആ നല്ല ഇടയനെ കണ്ടിരിക്കുന്നു. ಪೈಶಾಚಿಕ ಮಂಡಲಗಳು ಆ ಕುರುಬನನ್ನು ಕಂಡಾಗಿದೆ. നിന്റെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. നീ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. നിന്റെ ആത്മക്കണ്ണ് തുറക്ക, നിന്റെ വിശ്വാസത്തിന്റെ കണ്ണൊന്ന് തുറക്ക. ആ നല്ല ഇടയനെ നിനക്ക് കാണുവാൻ കഴിയോ? ನಿಮ್ಮ ಹೊರಗಿನ ಬಾಹ್ಯ ನಗ್ನ ನೇತ್ರಗಳಿಂದ ಕಾಣುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ನಿಮ್ಮ ಅಂತರಂಗದ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡುವಾಗ ಆ ಕುರುಬನನ್ನು ನಿಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. വിളിക്ക വിളിക്ക, യേശുവേ എന്ന് വിളിക്ക, യേശുവേ എന്ന് വിളിക്ക, ಕೂಗಿರಿ ಕೂಗಿರಿ, ಯೇಸುವೇ യേശുവേ എന്ന് വിളിക്ക, ಯೇಸುವೇ. ആ നല്ല ഇടയനെ കണ്ടുകൊണ്ട് വിളിക്ക. ಒಳ್ಳೆ ಕುರುಬನ್ ನೋಡ್ತಾ ಇದ್ದಾನೆ. വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിളിക്ക. ಕಣ್ಣುಗಳಿಂದ ನೋಡಿ പോരാ 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 വിളിക്ക. യേശുവേ യേശുവേ. തൊട്ട് തിരിക്കട്ടെ, തൊട്ട് തിരിക്കട്ടെ. അസാധാരണ ദൈവശക്തി, ദൈവശക്തി. അതിമഹത്തായ മറ്റൊരു കാഴ്ച, മഹത്താದ ಇನ್ನೊಂದು ದೃಶ್ಯ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ഇതാ സ്വർഗത്തിലെ പ്രധാന ദൂതനായ ಪರಲೋಕದ ಪ್ರಧಾನ ದೂತನಾಗಿರುವ മീഖായേൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ಮೀಕಾಯೇಲನು ಇಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ಪ್ರಧಾನ ದೇವದೂತರಲ್ಲಿ ಒಬ್ಬನಾದ
ഇതാ സൈന്യത്തിന്റെ തലവനായ ಸೈನ್ಯದ ನಾಯಕನಾಗಿರುವ ഇതാ മീകായേൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ಮೀಕಾಯಲ್ನು ಇಲ್ಲಿ ಇಳಿದು ನಿಂತಿದ್ದಾನೆ. ഇതാ പൈശാചിക മണ്ഡലങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ಪೈಶಾಚಿಕ ಮಂಡಲಗಳು ಅದನ್ನು ಅರ್ಥ ಮಾಡಿದೆ. ഇതാ വെട്ടേറ്റുകൊണ്ടിരിക്കുന്നു. ಆತನು ಕಡಿಯಲ್ಪಡ್ತಾ ಇದ್ದಾನೆ. വിളിക്ക വിളിക്ക യേശുവേ എന്ന് വിളിക്ക. കരീരി കരീരി യേശുവേ യേശുവേ എന്ന് വിളിക്ക. യേശുവേ. യോ ഇത് വെറും ഒരു കേവലമായ നാമമല്ല. ಇದು ಕೇವಲ ನಾಮವಲ್ಲ. ഇത് ജീവന്റെ നാമമാത്രേ. ಇದು ಜೀವನ ನಾಮವಾಗಿದೆ. ഇത് ഉയർത്തുന്ന നാമമാത്രേ. ಇದು ಮೇಲಕ್ಕೆತ್ತುವ ಉತ್ತರಿಸುವ ജീവന്റെ നാമമാത്രേ. ಇದು ಉತ್ತರಿಸುವ ನಾಮ. ഇത് നല്ല ഇടയന്റെ നാമമാത്രേ. ಒಳ್ಳೆಯ ಕುರುಬನ ನಾಮ. അതിശക്തമായ അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നു. ಶಕ್ತವಾದ ಅಭಿಷೇಕದಲ್ಲಿ അതിശക്തമായ ദൈവമഹത്വം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ಶಕ್ತವಾದ ದೇವರ ಮಹಿಮೆ ಇದರೊಳಗೆ ಚಲಿಸ್ತಾ ಇದೆ. ഒരു റിച്ചാർഡിന്റെ മേൽ ഇപ്പോൾ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ಅದು ಗಿಟಾರ್ನ ಮೇಲೆ ದೈವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. ഒരു റിച്ചാർഡ് ಒಂದು ರಿಚಾರ್ಡ್ನ ಮೇಲೆ ದೈವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. അങ്ങനെയുള്ളവർ സമയം ഞാൻ കളയത്തില്ല. എന്റെ മുമ്പിൽ സമയമില്ല. ನನ್ನ ಮುಂದೆ ಸಮಯವಿಲ್ಲ. ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുക. ദൈവശക്തി ഇಳಿಯುತ್ತಾ ಇದೆ. ദൈവശക്തി തൊട്ടുകൊണ്ടിരിക്കുക. ദൈവശക്തി മുട്ടുತ್ತಾ ಇದೆ. കാമാന തേരബെ ലാതല ഓ രാബാ രാബാ ഹറബ ശബല ഹദൽ കന ഉഡാരാമാന. അടിക്കട്ടെ 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 അടിക്കട്ടെ. ആ ഒടയിലെ വെട്ടട്ടെ 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 വെട്ടട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯ വെട്ടട്ടെ വെട്ടട്ടെ. യെസ്. ഗബ്രിയേൽ മീകായേൽ ദൂതന്റെ കരം വെട്ടിക്കളയട്ടെ. കടിയലേ വെട്ടട്ടെ കടിയലേ ആരെ കടിയലേ. വിട്ടുമാറ് ಬಿಟ್ಟೋಗು വിട്ടുമാറ്. ಬಿಟ್ಟೋಗು right now ಬಿಟ್ಟೋಗು right now ಬಿಟ್ಟೋಗು right now right now ಬಿಟ್ಟೋಗು right now ಈ ಕ್ಷಣದಲ್ಲಿ right now ಕ್ಷಣದಲ್ಲಿ right now ಕ್ಷಣದಲ್ಲಿ right now ಬಿಟ್ಟೋಗು right now ಕ್ಷಣದಲ್ಲಿ leave her leave her ಕ್ಷಣದಲ್ಲಿ ಬಿಟ್ಟೋಗು leave her ಬಿಟ್ಟೋಗು leave her ಬಿಟ್ಟೋಗು. in the name of Jesus ಬಿಟ್ಟೋಗು. in the name of Jesus ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. in the name of Jesus ಯೇಸುವಿನ in the name of Jesus ಯೇಸುವಿನ in the name of Jesus ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആ മാറ അടിഞ്ഞു മാറ വിട്ട മാറട്ടെ മാറട്ടെ ദിബല ഹന്ദൽ ഖന ദിബല ശബൽ ഖമാനി അർത്തൽ ഖന ദീബൽ ഖന അർത്തൽ മന റീബൽ ഖനാദന അർത്തമനാദല തരബരബര ശേബര തരാദര ഉദരമനഗദന പ്രബലമന്തനാദര ദിബന ശംദൽ ഖന ദിബരബല ഹത്തുനി അന്തൽ മന. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആരും നോക്കരുത് ആരും നോക്കരുത്. ಯಾರು നിങ്ങൾ ക്രിസ്തുയേശുവിനെ നോക്ക. മഹത്വത്തിന്റെ രാജാവിനെ നോക്ക. വീരനായ ദൈവത്തെ നോക്ക. ರಾಜಾದಿ ರಾಜರನ್ನು ಕರ್ತಾದಿ ಕರ್ತನ್ ನೋಡ್ರಿ. ಶಾಭ ರಗ ಲಗತೆ ಮನಾದರ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വർഷിപ്പ് നടക്കട്ടെ വർഷിപ്പ് നടക്കട്ടെ. ಆರಾಧನೆ ಮುಂದುವರಿಸಿ. ആരാധന ഉയരട്ടെ. ಆರಾಧನೆ ಮುಂದುವರಿಸಿ. ദൈവ സ്റ്റേജിലോട്ട് വന്നാട്ടെ. വർഷിപ്പ് ചെയ്യുന്ന ഫെയ്ത്ത് സ്റ്റേജിലോട്ട് കയറ്. ഫെയ്ത്ത് 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 സ്റ്റേജിലോട്ട് കയറ്. ലിൻചാൻ സ്റ്റേജിലോട്ട് കയറ്. സ്റ്റേജിಗೆ ಬನ್ನಿ. ആരാധന ഉയരട്ടെ. ആരാധന ഉയരട്ടെ. ഫെയ്ത്ത് സ്റ്റേജിലോട്ട് കയറ്. ಆರಾಧನೆ ಮೊಳಗಲಿ. ಆರಾಧನೆ ಮೊಳಗಲಿ. കുഞ്ഞുമോൻ സ്റ്റേജിലോട്ട് കയറ്. സ്റ്റേജിലോട്ട് കയറ്. ആരാധന ഉയരട്ടെ. ಆರಾಧನೆ ಮೊಳಗಲಿ. ദൈവജനം ആരാധനയോടെ നിൽക്കുക. ದೇವರ ನಾಮವಾಗಿ ആരാധനയോടെ നിൽക്കുക. ಆರಾಧನೆ വലിയ തീ ದೊಡ್ಡ ಬೆಂಕಿ. വലിയ തീ ದೊಡ್ಡ ಬೆಂಕಿ. വലിയ തീ ದೊಡ್ಡ ಬೆಂಕಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಉಡರಬರಬರ ಶಾಂಬರೇ ಸುಡರಬರಬರಬರಬರಬರ ಶೇ
സ്വതന്ത്രയായി ഭാഗമാറി സ്വതന്ത്രയായി എഴുന്നേറ്റ് വരട്ടെ. ഭാഗമാറി സ്വതന്ത്രയായി അനുഗ്രഹത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് എഴുന്നേറ്റ് വരട്ടെ. രോഗസൗഖ്യത്തോടെ എഴുന്നേറ്റ് വരട്ടെ. ರೋಗ ಸ್ವಸ್ಥತೆಯೊಂದಿಗೆ ಎದ್ದು ಬರಲಿ. യേശുക്രിസ്തുവെന്ന അധികാരമുള്ള നാമം ചൊല്ലി. യേശുവെന്ന അധികാരമുള്ള നാമം ചൊല്ലി. എണ്ണയുണ്ട് ഇവിടെ, എണ്ണ എണ്ണ എണ്ണ. ആരാധന ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ, യേശുവേ എന്നുള്ള നാമം ഉയരട്ടെ.
അർബാ ചകൽക്കന ഹംദൽ കനാദി ദീപശബ്ദൽ മന. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ಇದರ ಒಳಗಿರುವಂತ ಒಬ್ಬೊಬ್ಬರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ನನಗೆ ಬಯಕೆ ಇದೆ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി, കുഞ്ഞു കുട്ടികൾ അടക്കം ಇದರ ಒಳಗಿರುವಂತ ಒಬ್ಬೊಬ್ಬರಿಗೋಸ್ಕರ പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಒಂದು ಬಯಕೆ ಇದೆ. പക്ഷെ എന്റെ മുമ്പിൽ സമയം ഒത്തിരി കടന്നുപോയി. ಅಂದ್ರೆ സമയവും ಮುಂದೆ ಹೋಗಿದೆ. നാളെ നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരിക. നാളെ ನೀವು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಬನ್ನಿರಿ. ആരാധനയോടെ കടന്നു വരിക. ಆರಾಧನೆಯೊಂದಿಗೆ ಬನ್ನಿರಿ. ദൈവം അനുവദിക്കുന്ന പക്ഷം, ದೇವರು ಅನುಮತಿಸುತ್ತಾದರೆ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ನಾನು ನಿಮಗೆ ಎಲ್ಲರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ಎಲ್ಲರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു തുറന്നൊരു ദൂത്, ಇವತ್ತು ದೇವರಾತ್ಮನು ಕೊಟ್ಟಂತ ಆಲೋಚನೆ, ഒരു ദൂത്, ಒಂದು ಆಲೋಚನೆ, ഒരു നല്ല ഇടയൻ നിനക്കുണ്ട്. ಒಂದು ಒಳ್ಳೆಯ ಕುರುಬ ನಿನಗಿದ್ದಾನೆ. പഴയ നിയമ കാലഘട്ടത്തിൽ ಹಳೆ ಉಡಂಬಡಿಕೆಯ ಕಾಲದಲ್ಲಿ എവിടെ ചെന്നാലും ಎಲ್ಲಿ ಹೋದರು അവന്റെ കണ്ണിൽ ഒരു പക്ഷേ ഇരുട്ട് കാണും. ಅವರ ಕಣ್ಣಲ್ಲಿ ಒಂದು ವೇಳೆ ಕಾರ್ಗತ್ತಲೆಯು ತುಂಬಿರಬಹುದು. പുതിയ നിയമ ഭക്തന്, ಹೊಸ ಉಡಂಬಡಿಕೆಯ ಭಕ್ತನಿಗೆ അവന്റെ കണ്ണിൽ ഒരിടത്ത് ചെന്നാലും ഇരുട്ട് കാണും. ಅವನ ಕಣ್ಣಲ್ಲಿ ಯಾವ ಸ್ಥಳಕ್ಕೆ ಹೋದರೂ ಆತನ ಕತ್ತಲೆ ಕಾಣಲಾರನು. കാരണം സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തുവും അവനും ഒന്നിച്ച് ചേർന്നാണ്. ಕಾರಣ ನಿಜವಾದ ಕ್ರಿಸ್ತನ ಬೆಳಕು ಆತನು ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಇರುವುದರಿಂದ വെളിച്ചമുള്ളിടത്ത് ഇരുള് കാണത്തില്ല. ಬೆಳಕಿರುವಲ್ಲಿ ಕತ್ತಲೆಯು ಆವರಿಸಲ್ಪಡುವುದಿಲ್ಲ. നീ എങ്ങനെ ഇരുട്ടിനെ കാണാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണിൽ ഇരുട്ട് കാണത്തില്ല. ನೀನು ಹೇಗೆ ಕತ್ತಲೆಯನ್ನು ನೋಡುವುದಕ್ಕೆ ಬಯಸಿದರೂ ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ಕತ್ತಲೆ ಕಾಣುವುದಿಲ್ಲ. ഇരുട്ടില്ലാത്തടുത്ത് ഭയമില്ല. ಕತ್ತಲೆ ಇಲ್ಲದಿರುವಲ್ಲಿ ಭಯವಿಲ್ಲ. ഇരുട്ട് ഇല്ലാത്തടുത്ത് ഈ നിരാശയില്ല. ಕತ್ತಲೆ ಇಲ್ಲದಿರುವಲ್ಲಿ ನಿರಾಶೆಗಳಿಲ್ಲ. അതിനകത്ത് എല്ലാം വ്യക്തമായി കാണാം. ಅದರ ಒಳಗೆ ಎಲ್ಲವೂ ಉತ್ತಮವಾಗಿ ಭಾಸವಾಗುವಂತದ್ದಾಗಿದೆ. യേശുവിന്റെ വെളിച്ചത്തിനകത്ത് നിൽക്കുന്ന ഒന്നും നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. ಕ್ರಿಸ್ತನ ಬೆಳಕಿಲಿರುವಂತ ಯಾವತ್ತೂ ನಿನಗೆ ಮರೆಯಾಗಿರುವುದಿಲ್ಲ. എല്ലാ കണ്ണും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡಲಿ. എല്ലാ കണ്ണും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣು ಮುಚ್ಚಲ್ಪಡಲಿ. എല്ലാ കണ്ണും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣನ್ನು ಮುಚ್ಚಲಿ. എനിക്ക് ഇതിനകത്ത് നിയോഗമുണ്ട് വീണ്ടും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ಇದರೊಳಗೆ ನಡೆಸುವಿಕೆ ಇದೆ ಕೆಲವರಿಗೋಸ್ಕರ ഞാൻ ಪ್ರಾರ್ಥಿಸಿ. നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ನಾಳೆ ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. റബശാല ഹൻഡൽ ഖന ಉಡರಮನ ಶಬದ റീബൽ ഖന ഹസ്തൽ മനാദി ಅಂಧರಾದರಗದ ഉടവൽ ഖമ ശഗത്തൽ മന. ಚುಡರ ಪ್ರಭಾದನಂದ വലിയ പ്രാർത്ഥനയോടെ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉയരട്ടെ. ದೇವಸ್ಥಾನದಲ್ಲಿ ಹಾಗೆ ಪ್ರಾರ್ಥನೆ. എല്ലാ കണ്ണും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು, എല്ലാ കണ്ണും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು യേശുവേ എന്ന് വിളിച്ചേ. ಯೇಸುವೆ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് ಯೇಸುವೆ വിളിച്ചേ. ಎಂಬುದಾಗಿ ಕೂಗಿರಿ. യേശുവേ എന്ന് വിളിച്ചേ. ಯೇಸುವೆ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. എല്ലാ ശബ്ദവും ಶಬ್ದದಿಂದ, ಉಚ್ಚವಾದ ಧ್ವನಿಯಿಂದ ಯೇಸುವೆ നീ വിളിച്ചോ. ಕೂಗಿರಿ. എനിക്കറിയത്തില്ല. ഇതിനകത്ത് ಇದರ ಒಳಗೆ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ, ನಿಮಗೆ ಗೊತ್ತಿರುವವರಿದ್ದರೆ ആ പ്രാർത്ഥന വിഷയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരിക. ഉണ്ടെങ്കിൽ ഓടി മുമ്പോട്ട് വരിക. ಆ ಪ್ರಾರ್ಥನಾ ವಿಷಯಗಳಿದ್ದರೆ ಅವರನ್ನು ಕರ್ಕೊಂಡು ಬನ್ನಿ, ಇಲ್ಲದ್ರೆ ಓಡಿ ಬನ್ನಿ. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ನಾನು ആഗ്രഹിക്കുന്നു. ಒಬ್ಬ ವ್ಯಕ್ತಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ഒരു സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ಒಂದು ആഗ്രഹിക്കുന്നു. ಸಾಮಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ഒരു ಬಯಸ್ತೇನೆ. സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ಒಬ್ಬ ആഗ്രഹിക്കുന്നു. ಸಾಮಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ റബ്ഷാല ഹൻഡൽ മന റബാർഫൽ റുതൂലി ഹസ്തൽ കമാനി അന്തൽ ഖന. എനിക്കറിയാം എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നതാണ്. ನನಗೆ ಗೊತ್ತುಂಟು, ನನ್ನ ಪ್ರಾರ್ಥನಾ ಕೋಣೆಯಲ್ಲಿ ದೇವರ ಪವಿತ್ರಾತ್ಮನು ತೆರೆದು ಕೊಟ್ಟಿರುವಂತದ್ದು. ഞങ്ങളെ ഇപ്പോൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ಆನ್ಲೈನ್ ಅಲ್ಲಿ ಕಾಣ್ತಾ ಇರುವುದಾದರೆ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. ನೀವು ನಮ್ಮೊಂದಿಗೆ ಸಂಪರ್ಕಿಸಿರಿ. ഇതാ ഈ നല്ല ഇടയൻ ಒಳ್ಳೆಯ ಕುರುಬನಾಗಿರುವ നിന്നെയും കരം പിടിച്ചുയർത്തുന്നു. ನಿನ್ನನ್ನು ಕರ ಹಿಡಿದು ಮೇಲಕ್ಕೆತ್ತುವ ബ്രദർ ಆತನಾಗಿದ್ದಾನೆ. സാം, ಬ್ರದರ್ ಸ್ಯಾಮ್, ബ്രദർ സാം, സാം, സാം ശറബ ഹറ്റല മന സാം, റബാൻ സാം. മന. പ്രാർത്ഥിച്ചോ. ദിന ചാല ശംദൽ ഖന റുബ ഹതുനി അന്തൽ മന റിബല ഹതുല ജാന ശംദൽ ഖനാദി റിബ ശാല ഹറ്റൽ മനാർഥലെ റിബല ഹതുല ജാനബ ശംദൽ ഖനാദി. പ്രാർത്ഥിച്ചോ. ഒരു നല്ല ഇടയൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ಒಳ್ಳೆಯ ಕುರುಬನಿನ ಕೈ ಹಿಡಿದಿದ್ದಾನೆ. ഒരു നല്ല ഇടയൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ಒಳ್ಳೆಯ ಕುರುಬನಿನ ಕೈ ಹಿಡಿದಿದ್ದಾನೆ. ഒരു നല്ല ഇടയൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ಒಳ್ಳೆಯ ಕುರುಬನಿನ ಕೈ ಹಿಡಿದಿದ್ದಾನೆ. ഈ ഇടയൻ നിന്നെ വിട്ട് ಈ മാറിപ്പോകത്തില്ല. ಕುರುಬನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಅಗಲಿ ഈ ಹೋಗುವುದಿಲ್ಲ. ഇടയൻ നിന്നെ വിട്ട് മാറി ಈ നിൽക്കത്തില്ല. ಕುರುಬನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಅಗಲಿ ಹೋಗುವುದಿಲ್ಲ. ഈ ഇടയനിൽ നിന്നുള്ള നന്മകൾ നീ അനുഭവിക്കാൻ ಈ പോകുന്നു. ಕುರುಬನಿಂದ ಹೊಂದುವಂತ ಆಶೀರ್ವಾದಗಳನ್ನು, ಈ ಕುರುಬನಿಂದ ಆಶೀರ್ವಾದಗಳನ್ನು ಪಡೆದುಕೊಳ್ಳುತ್ತಿ. ആ ഇടയന്റെ നാമത്തെ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് വിളിച്ചേ. ಈ ಕುರುಬನ ಹೆಸರನ್ನು ಶಬ್ದವೆತ್ತಿ ಕೂಗುವ. ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് വിളിച്ചേ. ആ നല്ല ഇടയൻ. ಸ್ವರವೆತ್ತಿ ಆ ಈ ಕುರುಬನನ್ನು ಕೂಗುವ. പോരാ പോരാ പോരാ. ಯೇಸುವೇ, യേശുവേ